ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പൊതുവെ ഒരു മാർക്ക് ഓറിയൻറ്റഡ് സിസ്റ്റമാണ് നടക്കുന്നത്. മാർക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിസ്റ്റം ഡെവലപ്ഡ് കൺട്രീസിലില്ല. ഡെവലപ്ഡും ഡെവലപ്പിങ്ങും അണ്ടർ ഡെവലപ്പിങ്ങും ഒക്കെ ആണല്ലോ ഉള്ളത്. എല്ലാ സ്ഥലങ്ങളിലും സ്കിൽ ഓറിയൻറ്റേഷനാണ്, സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നാണ് അതിന് പറയുക. അതൊരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഭാവിയിൽ വന്നേക്കാം. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം എന്നറിയപ്പെടുന്നത് നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ഫിൻലാൻഡ് സ്കൂൾ സിസ്റ്റമാണ്. ഫിന്നിഷ് എന്നാണ് അതിന് പറയുക, ഫിന്നിഷ് സ്കൂൾ സിസ്റ്റം. US-ലും UK-ലും ഒക്കെ സിസ്റ്റങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം മികച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ സിസ്റ്റമായി അറിയപ്പെടുന്നത് ഫിന്നിഷ് സ്കൂൾ സിസ്റ്റമാണ്, ഫിൻലാൻഡ്. ദൈവാനുഗ്രഹത്താൽ ആ രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്, ആ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫിന്നിഷ് സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത there is no എക്സാംസ്, പരീക്ഷയില്ല എന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, 10ാം ക്ലാസ് വരെ പരീക്ഷയെ ഫിൻലാൻഡിലില്ല. അതിൻ്റെ കാരണം കുട്ടികൾ നോളേജിലൂടെ പോകുന്നതിന് പകരം, എക്സാമിലൂടെ പോകുന്നതിന് പകരം സ്കില്ലിലൂടെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയുള്ള സ്കൂൾ സിസ്റ്റത്തിലൊന്നും അതില്ലെങ്കിൽ പിന്നെ കുറച്ച് സുഖമല്ലേ നമുക്ക് അവിടെ ജീവിക്കാനാണ് അല്ലെങ്കിൽ പഠിക്കാനാണ്. അല്ല, ഈ നോളജും സ്കിൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാദ്യം നമുക്കൊരു ചിന്തയുണ്ടാകണം. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ ഒരു സിസ്റ്റപ്രകാരം, ഇപ്പോൾ സിസ്റ്റം മാറി മാറി വരുന്നുണ്ട്. ഈ ഫിൻലാൻഡിൽ കഴിഞ്ഞ ഏകദേശം ഒരു 8-10 മാസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട്. ആ സിസ്റ്റം എങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് എന്നോ കേരളത്തിൽ വരേണ്ടതായിരുന്നു. ഇനി അത് വരണമെങ്കിൽ, ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ സിവിൽ സർവീസുകാർ അത് അംഗീകരിക്കണം. ആരൊക്കെയാണോ നമ്മുടെ സിലബസിൻ്റെ അതോറിറ്റി, അവരത് മനസ്സിലാക്കണം. എന്നിട്ട് ഏകദേശം ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കും. അവിടെയൊക്കെ നടക്കുന്നതിൻ്റെ 50 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 70 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ കാര്യം വരിക. മോണ്ടിസോറി പോലെ. മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ആളാണ് മോണ്ടിസോറി സിസ്റ്റം കണ്ടെത്തിയത്. അവർ മരിച്ചിട്ട് തന്നെ 70-ലേറെ വർഷമായി. ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് മോണ്ടിസോറി സിസ്റ്റമായിട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകതലത്തിൽ എല്ലായിടത്തും ഒരു സ്കിൽ ബേസ്ഡ് ഓറിയൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസിനിടയിൽ. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ആ സ്കില്ല് നഷ്ടപ്പെടുന്നത്? സ്കൂൾ തലത്തിൽ അതില്ലാത്തത് കൊണ്ടാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ലോകത്തിലെ എല്ലാ എഡ്യൂക്കേഷണൽ സിസ്റ്റങ്ങളൊന്നും ഒരു മാച്ചിങ്ങും മാപ്പിങ്ങും ഒക്കെ നടത്തി നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു സ്കിൽ ഓറിയൻറ്റേഷൻ നടന്നിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് വിദൂരതയിലെത്തുമായിരുന്നേനെ. കേരള സ്റ്റുഡൻസ് വളരെ ബെസ്റ്റാണ്. വാസ്റ്റ് ലെവലിൽ, ഡെപ്ത് ലെവലിൽ കേരള സ്റ്റുഡൻസ് അത്ര നല്ലതല്ല എന്നാണ് ലോകത്തിൻ്റെ വിലയിരുത്തൽ. കേരള സ്റ്റുഡൻസ്, അതിൻ്റെ കാരണം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ജസ്റ്റ് ചോക്ക് ആൻഡ് ടോക്ക് എന്ന് പറയുന്നതിലേക്ക് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് പോകുന്നത് എന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് നമുക്ക് ഒരു എസ്സേ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഈ സ്കില്ലും നോളജും തമ്മിലുള്ള വ്യത്യാസം പറയാം. മൂന്നാറിനെ കുറിച്ച് വിശകലനം ചെയ്യുക, അതായിരിക്കും നമ്മളൊരു ചോദ്യം. അപ്പോൾ നമ്മൾ മൂന്നാറിനെ കുറിച്ച് വിശദീകരിച്ചാൽ മതി. മൂന്നാർ എന്ന് പറഞ്ഞാൽ ഏതാണ്? മൂന്നാറിൻ്റെ പ്രത്യേകത എന്താണ്? മൂന്നാറിൽ എത്ര ടൂറിസ്റ്റുകൾ വരുന്നു, എത്ര ടൂറിസ്റ്റുകൾ പോകുന്നു, എന്തൊക്കെയാണ് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ, എവിടെയൊക്കെയാണ് അവിടെ കാണാനുള്ളത്, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ഏതൊക്കെയാണ്. ഇതാണ് ഒരു കേരള സ്റ്റുഡൻറ്റ് അവൻ്റെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കേണ്ടത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൽ ബേസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ, ഫിന്നിഷിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ആ സിസ്റ്റത്തിലാണെങ്കിൽ ആ ചോദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ആ ചോദ്യം ഇങ്ങനെ ആയിരിക്കും: ഞങ്ങൾ 10 പേര് കേരളം സന്ദർശിക്കാനിരിക്കുന്നു. കേരളത്തിൽ പ്രധാനമായി ഏകദേശം 10ഓളം ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്, അത് ഞങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് അനാലിസിസ് നടത്തിയിട്ട് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളാകെയുള്ളത് 3 ദിവസമായിരിക്കും കേരളത്തിൽ. ആ 3 ദിവസത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഏത്, സെലക്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ ഏത്, ഞങ്ങളവിടെ ഞങ്ങളുടെ 3 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ത്, അതോടൊപ്പം 10 സ്പോട്ടുകളിൽ നിന്ന് ഇതിനുള്ള പ്രത്യേകത എന്ത്. അപ്പോൾ അവിടെ എന്തൊക്കെ വേണ്ടി വരും? എല്ലാറ്റിനെക്കുറിച്ച് പഠിക്കണം, താരതമ്യ പഠനങ്ങൾ ഉണ്ടാകണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാച്ചിങ്ങും മാപ്പിങ്ങും സ്റ്റഡീസൊക്കെ നടക്കണം, എത്ര ടൂറിസ്റ്റുകൾ എല്ലായിടത്തും വരുന്നു പോകുന്നു എന്ന് നോക്കണം, ക്ലൈമറ്റിൻ്റെ ചേഞ്ചസിനെ കുറിച്ച്, ഫുഡിൻ്റെ ഹാബിറ്റ്സിനെ കുറിച്ച്, അവിടെ നിന്നെങ്കിലും അപകടം പറ്റിയാൽ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം കുട്ടി ഒരു ആൻസർ എഴുതാൻ.
ഇതാണ് സ്കിൽ ഓറിയൻറ്റേഷൻ്റെ ചോദ്യത്തിൻ്റെയും ഡയറക്റ്റായിട്ടൊരു നോളജബിൾ ആയിട്ടുള്ള ചോദ്യത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു കുട്ടി ഒരുപാട് ചിന്തിച്ചെഴുതണം, മറ്റേ കുട്ടി മൂന്നാറിനെ കുറിച്ച് എന്താണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് എഴുതിയാൽ മതി. ഈ ഒരു വ്യത്യാസമാണ് എഡ്യൂക്കേഷനിൽ എവിടെയുമുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ +2 വരെ പഠിച്ചാലും ഒരു ദിവസം പോലും കുട്ടികൾ പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ഒരു കേരള മോഡലോ അല്ലെങ്കിൽ CBSE മോഡലോ പഠിക്കുന്ന കുട്ടി എല്ലാറ്റിലും A+ എടുത്ത കുട്ടിയാണെങ്കിൽ പോലും, ഞാൻ ഇൻട്രൊഡക്ഷൻ തീർത്തിട്ട് നിങ്ങളിലേക്ക് വരിക, A+ എടുത്ത എല്ലാറ്റിലും A+ ആണ്. പക്ഷേ ആ കുട്ടി ഒരു ദിവസം പോലും ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടുന്ന ഒരു ഗതിയില്ല. താൻ പഠിച്ച സബ്ജക്റ്റുകളെ ഒന്ന് പ്രസംഗ രൂപത്തിലോ ക്ലാസ് രൂപത്തിലോ എഴുത്ത് രൂപത്തിലോ അവതരിപ്പിക്കേണ്ടുന്ന സാഹചര്യമില്ല. പക്ഷേ പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അത് ഇന്ന രാജ്യത്തെ ആ രാജ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യല്ല, ആ കുട്ടി എല്ലാ ദിവസവും അവനക്ക് പ്രസൻറ്റേഷൻ അവറുണ്ട്. ആ ഹവേഴ്സിൽ അവനത് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ആ കുട്ടി ടീച്ചർ നാളെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ഈ കുട്ടി എന്തായിരിക്കണം? ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കണം, ആ യൂണിറ്റിനെ കുറിച്ച് പഠിക്കണം, ആ യൂണിറ്റിൻ്റെ സിനാപ്സിസ് തയ്യാറാക്കണം, ആ സിനാപ്സിസിനെ PPTയിലേക്ക് ആക്കണം. എന്നിട്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ടോസ് ഇട്ടിട്ട് ഏത് ഗ്രൂപ്പിനാണോ കിട്ടുന്നത് ആ ഗ്രൂപ്പ്, 5 ഗ്രൂപ്പ് ക്ലാസ്സിലുണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പും പ്രിപ്പയർ ചെയ്ത് വരണം. ഒരു ദിവസം ഒരു ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യണം, എല്ലാവരും പ്രിപ്പയർ ചെയ്യണം, ഒന്ന് പ്രസൻറ്റ് ചെയ്യണം. ആ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി 4 ഗ്രൂപ്പുകൾ ക്രോസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആ ക്രോസ് ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ കംപ്ലീറ്റ് ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്സിൽ 2 ടീച്ചേഴ്സ് ഉണ്ടാകും. ആ ടീച്ചേഴ്സ് ഇവരുടെ കംപ്ലീറ്റ് മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കും. നോളജിൻ്റെ മോണിറ്ററിങ്, പ്രസൻറ്റേഷൻ്റെ മോണിറ്ററിങ്, തിങ്കിങ് പ്രോസസ്സിൻ്റെ മോണിറ്ററിങ്, അവരുടെ ലാംഗ്വേജിൻ്റെ മോണിറ്ററിങ്, ഇതെല്ലാം കൂടി ചെയ്യുന്നതിൻ്റെ പേരാണ് സ്കിൽ ബേസ്ഡ് ഓറിയൻറ്റേഷൻ. ഞാൻ പറയുന്നത് മനസ്സിലാകണ്ടെന്ന് വിചാരിക്കുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, ഞാൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മോശമാക്കി പറയാൻ വേണ്ടി വന്നതല്ല, ഈ സിസ്റ്റത്തിൽ എപ്പോഴും ബൈഹാർട്ട് സിസ്റ്റമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഏതാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും സിവിൽ സർവീസാണ് പറയാം, അല്ലേ? സിവിൽ സർവീസാണ് പറയാം. പക്ഷേ സിവിൽ സർവീസുകാർ പോലും എഴുതിയാൽ പൊട്ടുന്ന എക്സാംസ് ഉണ്ട്. എനിക്കറിയാവുന്ന 2 സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാരായി എക്സാം എഴുതി പൊട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും സിവിൽ സർവീസാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള എക്സാം എന്ന്. അത് ശരി തന്നെയാണ്. പക്ഷേ ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. സിവിൽ സർവീസുകാർ പോലും അത്, കാരണം ഹെവി സാലറി ആയതുകൊണ്ട് അതിലേക്ക് പോകാൻ വേണ്ടി അവർ ആഗ്രഹിക്കും. പക്ഷെ ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ആക്ച്വറിയൽ സയൻസിൻ്റെ, അതിൻ്റെ ടെക്നിക്കൽ സൈഡ്, ഇൻഷുറൻസ് എങ്ങനെ കൊടുക്കുന്നു, അതിൻ്റെ പെർസെൻറ്റേജസ്, കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് അലൈൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എക്കണോമിക്സ് തിയറികളാണ്. അതോടൊപ്പം അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ സിവിൽ സർവീസ് ആണെന്ന് വെക്കുക, ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് തന്നെ, ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും A+ ഇല്ല എന്ന് വിചാരിക്കും. A+ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. A+ ഇല്ലാത്ത കുട്ടികൾക്കും സിവിൽ സർവീസ് എക്സാം എഴുതാം. കാരണം സിവിൽ സർവീസിൽ ഒരിക്കലും A+ ചോദിക്കുന്നില്ല. കാരണം A+ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽ ബേസ്ഡ് സിസ്റ്റം അല്ലെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട്. ഇതെന്നോട് സംസാരിച്ചത് സിവിൽ സർവീസ് കിട്ടിയ ആളുകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സിവിൽ സർവീസിൽ എവിടെയും +2 എല്ലാറ്റിലും A+ വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. SSLCക്ക് A+ വേണമെന്ന് ആവശ്യമേ ഇല്ല. സെക്കൻഡ് ക്ലാസ് എങ്കിലും ഉണ്ടായാൽ മതി ഡിഗ്രിക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ നന്നായി, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ സിവിൽ സർവീസ് കിട്ടണമെങ്കിൽ ഈ മാർക്കല്ല വേണ്ടത്, അവർക്ക് സ്കിൽസാണ് വേണ്ടത്. ഒരുപാട് നോളജുകളെ തൻ്റെ തലയിലേക്ക് കയറ്റാനും അതിനതിമനോഹരമായി ഉപയോഗിക്കാനും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയും ഡിസിഷൻ മേക്കിങ്ങിലൂടെയും പോകാനുമാണ് ഒരാൾ പഠിക്കേണ്ടത്. അല്ലാതെ കുറേ നോളജ് ഉള്ളിലാക്കുകയല്ല. ആ ഭാഗങ്ങളെക്കുറിച്ചിട്ടും അവന് സ്കില്ലുണ്ടാകണം. അതുകൊണ്ടാണ് സിവിൽ സർവീസുകാർക്ക് ഈ ഒരു ആവശ്യമില്ലാത്തത്. കാരണം മാർക്ക് എന്ന് പറയുന്നത് അത്ര വലിയൊരു കൺസിഡറേഷൻ ആക്കാത്തത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കിലാണ് കൂടുതൽ കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലെ സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസും, ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ അവസ്ഥ തന്നെയാണ്. ഇവൻ ദുബായിലുള്ള നമ്മളെ കേരളീസ് പോലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാർക്കിലാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയാൽ. പക്ഷെ അതൊന്നും കൂടി വ്യത്യാസപ്പെടും രാജ്യം വേറെയാകുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയല്ല, ഇപ്പോൾ ശശി തരൂർ സ്കൂളിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അദ്ദേഹത്തിൻ്റെത് സ്കിൽ ബേസ്ഡ് മോഡായിരുന്നു. അതുകൊണ്ടാണ് ഈ ശശി തരൂർ ഇങ്ങനെ വളരെ പ്രതിഭാശാലിയായി മാറിയത്. അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് മാത്രമൊന്നുമല്ല. 8ാമത്തെ വയസ്സിൽ പുസ്തകം എഴുതുന്നത് അദ്ദേഹത്തിന് പുസ്തകം എഴുതാൻ 8 വയസ്സിന് മുമ്പേ അധ്യാപകരുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതുകൊണ്ടാണ്. 8 വയസ്സിലാണ് പുസ്തകം എഴുതുന്നത്. ശശി തരൂരിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും.
അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സ്കിൽ ബേസ്ഡ് ഓറിയൻറ്റേഷനിലൂടെ ആരൊക്കെ പോയിട്ടുണ്ട് അവരെല്ലാം വലിയ സാമർഥ്യത്തിലെത്തിയിട്ടുണ്ട്. ആ സ്കിൽസ് പല രീതിയിലുണ്ട്. പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ട്, ഹാർഡ് സ്കിൽസ് ഉണ്ട്, അതേപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ഈ ഹാർഡ് സ്കിൽസ് മിക്കവാറും വരുന്നത് പ്രൊഫഷണൽ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോഫ്റ്റ് സ്കിൽസ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള സ്കില്ലുകളിലൂടെ പോകുമ്പോഴാണ് നമ്മളാകുന്നത്. എഡ്യൂക്കേഷന് 4 ഭാഗങ്ങളുണ്ട്. ആ 4 ഭാഗങ്ങളും ഒരാളിൽ ഫിനിഷ് ആകുമ്പോഴാണ് അയാളൊരു മഹാപ്രതിഭയായി മാറുന്നത്. മിക്കവാറും കുട്ടികളിൽ പല ആളുകളും അതിൽ ഒന്ന് മാത്രമായിട്ട് ചുരുക്കുന്നു എന്നതാണ്. ഒബ്സർവേഷണൽ സ്കിൽ എന്ന് പറയുന്ന ഒരു സാധനം നമുക്കില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നുപോലും അതിന് ഒബ്സർവേഷൻ എന്നാണ് പറയുക. ഞാൻ കുട്ടികളോട് പറയാണ്, ഭാവിയിൽ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വലിയ ഹൈലി കോമ്പറ്റേറ്റീവ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങളോട് ആദ്യമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽപ്പെട്ട ഒന്ന്, നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അവിടെ 3 പേര് നിന്നിരുന്നു, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിലല്ലേ ചോദ്യം ചോദിക്കുന്നത്, ഇൻ്റർവ്യൂ ബോർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വരിക. പക്ഷെ ആ വരുന്ന സമയത്ത് ക്ലവർലി അവർ നിർത്തിയിട്ടുണ്ടാവും. ഒരാൾ ചിലപ്പോൾ അവിടെ നിന്ന് മാഗസിൻ വായിക്കുന്നുണ്ടാവും, വേറൊരാൾ അവിടെ നിന്ന് കോഫി അടിക്കുന്നുണ്ടാവും, മറ്റൊരാൾ ചിലപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന മൊബൈൽ എന്തെങ്കിലും. നമ്മളിത് സ്വാഭാവികമല്ലേ എന്ന് വിചാരിച്ച് നടന്നങ്ങോട്ട് പോരും. ഇതൊന്നും ചിലപ്പോൾ നമ്മൾ നോക്കണമെന്നില്ല. ഇപ്പോൾ ഇവിടെയാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഇതൊരു ഓഡിറ്റോറിയം മുകളിലാണെങ്കിൽ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവും മിക്കവാറും നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളതിൽ. കാരണം എന്തുകൊണ്ടാണ്? ഒബ്സർവേഷണൽ സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമേ മാസ്സായിട്ട് ആളുകളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൈകാര്യം ചെയ്യാൻ പറ്റൂ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും. സൈക്കോളജിയുടെ ഒരു വേർഷനാണ്. എല്ലാവരെയും ഒരേപോലെ കാണുമ്പോഴാണ് അയാൾക്ക് നല്ല ലീഡറാകാൻ പറ്റുക. ആ കാഴ്ചയിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകണം. എല്ലാറ്റിനും നിരീക്ഷിക്കണം. ഇവിടെ ഇപ്പോൾ തെക്കെവിടെയാണ്, വടക്കെവിടെയാണ്, എവിടെയാണ് നിൽക്കുന്നത്, ഏത് ഭാഗത്താണ് ഉള്ളത്, എത്ര ആളുകളാണ് ഇവിടെ ഉള്ളത്, ഈ ഒരു ഒബ്സർവേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ നിരീക്ഷണ പാഠവമാണ് സത്യത്തിൽ നമ്മളെ മറ്റൊന്നാക്കുന്നത്. അതൊരു സ്കില്ലാണ്. അത് അത്രമാത്രം ഉണ്ടാകില്ല നമുക്ക്. എല്ലാവരും ഒന്നിരുന്നോ? ജസ്റ്റ് ഓക്കെ. അല്ല, ഒന്നും കൂടി നിന്നാട്ടെ, കുഴപ്പമില്ലെങ്കിൽ. ആ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ വേറൊരു സ്കിൽ നമുക്ക് മനസ്സിലാവും. സോഫ്റ്റ് സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആളുകളെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. എല്ലാവരും ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് എന്താക്കുക, നമ്മളിലേക്ക് ചേർക്കുക എന്നുള്ളത് വല്ലാത്തൊരു സ്കില്ലാണ്. അവിടെ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് അങ്ങനെയുള്ള ആൺകുട്ടികൾ ഈ സൈഡിൽ, അവിടെ പിന്നെ പാരൻസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാവരും ഒന്ന് ഹഗ് ചെയ്ത് നോക്കിയാട്ടെ. ആ സമയത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് എത്രത്തോളം ആളുകൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ വെറുപ്പോട് കൂടിയിട്ട് ചങ്ക് ബ്രാണ് കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടെ, അടുത്തുള്ളവനൊന്ന് ഹഗ് ചെയ്ത് നോക്കിയാട്ടെ, എന്തൊക്കെ സാറ് കാണിക്കുമെന്ന് വിചാരിക്കും. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാവും. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ചങ്ക് ബ്രോ ആണ് കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് കൂടെ നിൽക്കുന്നത്. ചില ആളുകൾക്കൊരു ഇറിറ്റേഷൻ വരും. ആ ഇറിറ്റേഷനുള്ള ആളുകൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് സൈക്കോളജിക്കൽ പ്രൂവ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളൊരു കപ്പാസിറ്റി അത് നമുക്കില്ലാത്ത. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ ഒരു സ്കില്ലൊക്കെ ആളുകൾക്കുണ്ടെങ്കിൽ പോലും അതിനെ രാഷ്ട്രീയക്കാർ തകർത്തുകൊണ്ടിരിക്കുക. ഞാൻ രാഷ്ട്രീയം പറയല്ല, ആളുകളെ വെറുപ്പിച്ച് ആലിംഗനത്തിൽ നിന്ന് അകറ്റുന്നു. അഥവാ ഹൈന്ദവരെയും മുസൽമാനെയും ക്രിസ്ത്യാനികളെയൊക്കെ അകറ്റിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാർ ആരുമാകട്ടെ. കാരണം മനുഷ്യനിൽ വെറുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ വെറുപ്പുകൾ എന്താക്കുന്നു? നമ്മളെ ശത്രുക്കളാക്കുന്നു. അതോടുകൂടി നമ്മളെല്ലാ സ്കില്ലും പോകുന്നു, എല്ലാവരും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും പോകുന്നു. ചെറിയ നഷ്ടമൊന്നുമല്ല ഇതുകൊണ്ടൊന്നും നടക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റണം, മാനേഴ്സോട് കൂടിയിട്ട് പെരുമാറാൻ പറ്റണം, അധികം മനോഹരമായിട്ട് ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ലീഡേഴ്സാകണം. കാലോചിതമായ മാറ്റങ്ങളുടെ ഒരു വിയോഗമായിരിക്കണം നമ്മൾ. ഒരു കാലഘട്ടത്തിൽ ഈ റോഡിലൂടെ ഓടിപ്പോയിരുന്ന ഏറ്റവും വലിയ കാറ് ഒരു കാലഘട്ടത്തിൽ അംബാസഡറായിരുന്നു. പഴയ ആൾക്കാർക്കറിയാം, അംബാസഡറിലായിരുന്നു പ്രൈം മിനിസ്റ്റർ പോയിരുന്നത്, അംബാസഡറിലായിരുന്നു പ്രസിഡന്റ് പോയിരുന്നത് ഒക്കെ. ആ അംബാസഡർ പോലെ ഇത്ര ക്വാളിറ്റി ഉള്ള, ഞാൻ അതിനെ വാഴ്ത്തി പറയല്ല, എന്നിട്ട് സുരക്ഷിതമായി പോകാൻ പറ്റിയ ഒരു സാധനം ഞാൻ വേറെ കണ്ടിട്ടില്ല. അതിൽ ഒന്ന് പിന്നെ ഇപ്പോൾ ഈ അടുത്തിടെ ഇറങ്ങിയിട്ടില്ല ചില റോൾസ് റോയ്സ് പോലെ. കാരണം ഒന്ന് ആക്സിഡൻ്റ് ആയാൽ പോലും ആൾക്കൊന്നും സംഭവിക്കാത്തൊരു വാഹനം കൂടിയാണ് അംബാസഡർ എന്നാണ്. അത്ര സ്ട്രെങ്ത് ആയിരുന്നു അതിൻ്റെ ബോഡി. ബാക്ക് സീറ്റിൽ ഇരിക്കാൻ വരെ അത്ര പവറായിരുന്നു അന്ന്. ആ കാലത്ത് കാലോചിതമായ മാറ്റം മാറാത്തത് കൊണ്ട് റോഡിലെ കിങ് ആയിരുന്ന അംബാസഡർ ഔട്ടാകേണ്ടി വന്നു. കാലോചിതമായ മാറ്റം മാറാത്തത് കൊണ്ട്. എല്ലാ കാലത്തും ടോപ്പാകും ഞങ്ങളെന്നവർ വിചാരിച്ചു. പക്ഷേ കാലഘട്ടം മാറിയപ്പോൾ കാലത്തിനനുസരിച്ച മാറ്റം അവർ മാറിയില്ല. അതുകൊണ്ട് അംബാസഡർ റോഡിൽ നിന്ന് ഔട്ടായി. നമ്മൾ കാലോചിതമായ മാറ്റം, കാലഘട്ടത്തിൻ്റെ മാറ്റം മാറിയേ പറ്റൂ. അത് നമുക്ക് എത്ര ഏജ് ആയാലും ശരി. നമ്പർ 2, നോക്കിയ ഫോൺ. നിങ്ങളിപ്പോൾ അധികം കാണാത്തൊരു സാധനമാണ്. പക്ഷേ ഫോൺ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഉണ്ടായിരുന്ന ഫോൺ അത് നോക്കിയ ആയിരുന്നു. 2ാം സ്ഥാനത്തായിരുന്നു സാംസങ്.
പിന്നാണ് ബ്ലാക്ക്ബെറിയും അതിനുശേഷം ആപ്പിളൊക്കെ വന്നത്. പക്ഷേ ഈ നോക്കിയ ഫോൺ ഇന്ന് നമുക്കധികം കാണാൻ കഴിയില്ല, കാലോചിതമായ മാറ്റം മാറാത്തത് കൊണ്ട്. സാംസങ് ഇതിൻ്റെ കൂടെ ഇറങ്ങിയതാണ്, പക്ഷെ സാംസങ് അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നു. ന്യൂജൻ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് സാംസങ് മാറുന്നത് കൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഫോണായി ആപ്പിൾ കഴിഞ്ഞാൽ, ചിലർക്ക് ആപ്പിൾ അത്ര ഇഷ്ടമാവണമെന്നില്ല, അത് കഴിഞ്ഞാൽ സാംസങ് ആയി മാറുന്നത് അവിടെയാണ്. ഈ കാലോചിതമായ മാറ്റം അവർ സ്കില്ലിലൂടെ അപ്ഡേഷൻ നടത്തുന്നതാണ്. ഇപ്പോൾ ഇവർ നടത്തുന്ന കുറേ സോഫ്റ്റ് സ്കില്ലുകളുണ്ട്, ഹാർഡ് കോർ സ്കില്ലുകളുണ്ട്, കുറേ കോഴ്സസ് ഉണ്ട്. ഇതൊക്കെയും ഷിഹാബ് ടീം നടത്തുന്ന, അല്ലെങ്കിൽ പിന്നെ സാലി ടീം നടത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന ഈ ഒരു രീതിയിലുള്ള കോഴ്സസ് ഉണ്ടല്ലോ, അതിനെങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഞാനും ഈ സ്ഥാപനമായിട്ട് ഒരു ബന്ധവുമില്ല, നമ്മളെ സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു സ്ഥാപനം എന്നേ ഉള്ളൂ. എനിക്കിതിൽ നിന്നൊരു 1000 രൂപ വരുമാനമില്ല, ഞാൻ അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷേ കാലഘട്ടത്തെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഞാൻ പറയുന്നു, എന്ന് വെച്ചാൽ നമ്മൾ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ മാറി ആ ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ സ്കില്ലിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൽ ഹാർഡ് സ്കില്ല് വേറെയാണ്, അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിൽപ്പെട്ട ഇന്നത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതെല്ലാവരും പറയുന്നൊരു സാധനമാണ്. പക്ഷെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ 2 മക്കളും കൂടി ദുബായിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഒരുപാട് US നിന്ന് മുതൽ അങ്ങോട്ട് എല്ലാ ആപ്പിളിൻ്റെ ടീമുണ്ടായിരുന്നു, എല്ലാ ടീമുണ്ടായിരുന്നു. ദുബായ് ഹബ്ബാക്കിക്കൊണ്ട് അവർ വലിയൊരു പ്രോഗ്രാം നടത്തി, ടെക്നോളജിക്കൽ ഹബ്ബ്. അതിൽ ഞങ്ങളും പോയിരുന്നു ആ പരിപാടിക്ക്, എൻ്റെ മൂത്ത 2 മക്കളും കൂടി. അപ്പോൾ ഞാൻ 2 പേരും നോക്കിയതിലേക്ക് എന്നെ മെറ്റയിലേക്ക് കയറ്റി, മെറ്റാവേഴ്സ് അന്ന് നമ്മൾ അധികം പദം പോലും കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞത് ഏകദേശം 2 വർഷം മുമ്പാണ്. മെറ്റാവേഴ്സിലേക്ക് കയറ്റി AI ഉപയോഗിച്ചുകൊണ്ട് എന്നെ സ്ക്രീനിൻ്റെ അകത്തേക്ക് കയറ്റാണ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു, മൈക്കും പിടിച്ചിട്ട് ചോദ്യം ചോദിക്കാനായിട്ട് എന്നെ അകത്തേക്ക് കയറ്റി. പിന്നെ അവിടെ കാണുന്നത് ഞാൻ വേറൊരാളാണ്. എൻ്റെ ഇവിടുത്തെ വേർഡ്സിനെ ഞാൻ മലയാളത്തിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിലേക്കാക്കി, ഇംഗ്ലീഷിൽ ചോദിച്ചാൽ നമ്മൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് ആക്കണമെന്ന് ചോദിച്ചാൽ അതാക്കി. അവിടുത്തെ മെറ്റയിലുള്ള ആ ഒരു ലേഡിയോട്, മിക്കവാറും മെറ്റ ലേഡിയായിട്ടാണ് വരാറുള്ളത്, ആ ലേഡിയോട്, ആ ബൊമ്മ പോലെയുള്ള ലേഡിയോട്, ആ AI-യോട്, മെറ്റയോട് ചോദിക്കുന്ന ചോദ്യം അവർ കൃത്യമായിട്ട് ആൻസർ പറയുന്നു. അഥവാ നമ്മുടെ ചോദ്യം തെറ്റിയാൽ, നമ്മൾ ക്ലെവർലി തെറ്റിച്ച് ചോദിക്കുമല്ലോ, സോറി ഇറ്റ്സ് ക്വസ്റ്റ്യൻ ഇസ് റോങ് എന്ന് പറയും. നമ്മൾ ചോദ്യം തെറ്റാണെന്ന് പറയും, മെറ്റ പറയും നിങ്ങളത് അങ്ങനെയല്ല ചോദിക്കേണ്ടത്, ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അത്രത്തോളം. ഇനി നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ആരും ആകട്ടെ, ചിലപ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന പ്രധാനമന്ത്രി ആരും ആകാം, ആ ആളുകളൊക്കെയും ഒരേ ദിവസം 1000 വേദികളിൽ വന്ന് പ്രസംഗിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും, AI ഉപയോഗിച്ച്. ഓഗസ്റ്റ് 15 ദിവസത്തിൽ 1000 വേദികൾ അവർ പ്രത്യക്ഷപ്പെടും. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന എല്ലാ സ്റ്റേറ്റിലും എത്തണമെന്ന് മോഹിക്കുന്നുവെങ്കിൽ അത്രയും സ്റ്റേറ്റിൽ, കേരള സ്റ്റേറ്റിൽ വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കാൻ പറയും, വലിയതുണ്ടാക്കാൻ പറയും. എന്നിട്ട് അതിൽ പ്രധാനമന്ത്രി പ്രത്യക്ഷപ്പെടും. അത് ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യം അത് നടപ്പിലാക്കുന്ന ആൾ ദുബായ് ഷെയ്ഖ് ആവാനാ സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരേ ദിവസം വ്യത്യസ്തമായ വേദികളിൽ ഇൻവിസിബിളായും വിസിബിളായും, ഒരു വേദിയിൽ വിസിബിളായി വരും, ബാക്കിയുള്ള വേദികളിൽ ഇൻവിസിബിളായി വരും. ഈ ഇൻവിസിബിലിറ്റി ഉണ്ടല്ലോ, എന്താ ഇൻവിസിബിൾ? ഞാൻ സിനിമയെക്കുറിച്ച് പറയല്ല, അത് പറഞ്ഞത് ശരിയല്ല, ഞാനത് കാണാത്ത ഒരാളുമാണ്. പക്ഷേ ഇതിനെ അനലൈസ് ചെയ്യാറുണ്ട് പുതിയ ജനറേഷന് വേണ്ടി. പട്ടാൻസ് എന്ന് പറയുന്ന സിനിമയിൽ ആ രംഗം കാണിക്കുന്നത് കൊണ്ടാണ് ആ സിനിമ അത്രയും ടോപ്പായത്. എന്ന് വെച്ചാൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരാൾക്ക് സ്വകാര്യതയിൽ വെളിച്ചത്തോടു കൂടി എത്താൻ പറ്റുമെന്ന് അതിൻ്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതൊരു സിനിമയാണ്, നമുക്കത് വിടാം. ഞാൻ പറയുന്നത് അതൊരു റിയാലിറ്റിയാണ്, ഒരു റിയാലിറ്റിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു ദിവസം 1000 വേദികൾ പ്രസംഗിക്കാനുള്ള കാലം 5 വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരേ ദിവസം എനിക്ക് ഇതേപോലെ അറ്റൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. പക്ഷേ ഒരിടത്തെ ഞാൻ വിസിബിൾ ആകൂ, ബാക്കി എല്ലായിടത്തും ഇൻവിസിബിളാണ്. എന്നെ തൊട്ടാൽ ഞാൻ അവിടെ ഉണ്ടാകില്ല, പക്ഷേ കാണാൻ ഞാൻ അവിടെ ഉണ്ടാകും. അതാണ് ഇൻവിസിബിൾ. ഞാൻ എന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ, പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം നടക്കുന്നത് വേറെ സ്ഥലത്തായിരിക്കും. ഒറിജിനലായിട്ട് ആളെ കാണും, പ്രകാശരൂപത്തിൽ കാണും, പക്ഷേ തൊട്ടാൽ അറിയാം അയാൾ അവിടെ ഇല്ല എന്നുള്ളത്. അതാണ് AI. അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് AI. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ വാല്യൂസിനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിമനോഹരമായി ഇതിനൊക്കെ പഠിക്കുന്നതിൻ്റെ പേര് കൂടിയാണ് ഹാർഡ് സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന പ്രോഗ്രാംസ് ആകട്ടെ, നിങ്ങൾ പഠിക്കുന്ന മെറ്റയാകട്ടെ, നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന AI ആകട്ടെ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടോ ആ മാർക്കറ്റിംഗ് ആകട്ടെ, എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടോ? നിങ്ങളുടെ സിലബിയിലില്ല. ഏത് മേഖലയിലേക്ക് നിങ്ങൾ കടന്നു പോയാലും, ഇപ്പം എനിക്കറിയാവുന്ന പെൺകുട്ടികളോട് ഞാൻ പറയാണ്,
ഇത് ഉപയോഗിച്ചുകൊണ്ട് എത്രയോ ബിടെക്കുകാർ, നിങ്ങൾ ബാംഗ്ലൂരിൽ പോയാൽ, ബോംബെയിൽ പോയാൽ എത്രയോ പെൺകുട്ടികൾ ഇപ്പോൾ ഒരിക്കലും ഓഫീസ് സ്പേസിലേക്ക് പോകുന്നേ ഇല്ല. അവർ വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ വർക്ക് ഫ്രം ഹോമും വർക്ക് അറ്റ് ഹോമും തമ്മിൽ എന്താ വ്യത്യാസം? അത് കൃത്യമായിട്ട് പറയുന്ന ആൾക്കാർക്ക് ഞാനൊരു 1000 രൂപ തരാം. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെ. ചിലർ വർക്ക് ഫ്രം ഹോം എന്ന് പറയും, ചിലർ വർക്ക് അറ്റ് ഹോം എന്ന് പറയും. എന്താ തമ്മിൽ വ്യത്യാസം? വേഗം പറയടാ. ഭയങ്കര പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഇതിനൊക്കെ ആൻസർ ഉണ്ട്. ചിലർ പറയും വർക്ക് ഫ്രം ഹോമാണ്, ചിലർ പറയും വർക്ക് അറ്റ് ഹോമാണ്. എന്താ തമ്മിലുള്ള വ്യത്യാസം? വേഗം പറ. 1000 രൂപ കിട്ടുന്ന കേസാണ്. ആ ആ ആ ഒന്നും കൂടി പറഞ്ഞാൽ, അത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞാൽ. 500 രൂപൻ്റെ ആൻസർ ആയിട്ടുണ്ട്. ആ ഓക്കെ, അതൊരു ഭാഗമാണ്. അത് ഗ്രാമാറ്റിക്കലി എന്തായിരിക്കും അത് വരിക? ഗ്രാമാറ്റിക്കലി എന്തുകൊണ്ട് അങ്ങനെ വന്നത്? മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കാറ്. പിന്നെ കമ്പനീസ് ഈ കോവിഡിന്റെ ടൈമിൽ എല്ലാവരും വർക്ക് ഫ്രം ഹോം എന്നിട്ട് മാൻഡറ്ററി ആക്കിയപ്പോൾ വന്ന ഒരു സിറ്റുവേഷൻ. ആരുടെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ, അതാണ് 500 രൂപക്കായി എന്ന് പറഞ്ഞത്. ഓക്കെ, ഒന്ന് എല്ലാവരും ഒന്ന് കൈയടിച്ച് കൊടുത്താട്ടെ. അവൻ പറഞ്ഞ ഭയങ്കര ക്ലാരിറ്റി ഉള്ള ആൻസറാണ്. 500 രൂപ തരാട്ടോ. ഇവിടെ വാ, ഇപ്പോൾ തന്നെ വന്നേക്കും, അതാ നല്ലത്. മറ്റേ വെറുതെ അത് മിസ്സാക്കണ്ട. എന്നാ ഇത് കൈയടിച്ച് കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ, താങ്ക്സ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വർക്ക് ഫ്രം ഹോം, അവൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല. അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സെൻസ് അനുസരിച്ച് കമ്പനിക്ക് വേണ്ടി പറയുന്ന ടേമാണ് വർക്ക് ഫ്രം ഹോം. എന്നാൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരവരെ കുറിച്ച് പറയുന്ന പേരാണ് വർക്ക് അറ്റ് ഹോം. വളരെ മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്ക് ചെയ്യുന്ന അവരവിടെയാണ്. അവിടെ കമ്പനിയെ സെൻട്രലാക്കിക്കൊണ്ട് അത് ചിന്തിക്കുന്നു. കമ്പനി വർക്ക് ഫ്രം ഹോം എന്നേ പറയൂ. നമ്മളെക്കുറിച്ച് പറയുന്നത് വർക്ക് അറ്റ് ഹോമാണ്. മനസ്സിലായോ? അവൻ പറഞ്ഞതും കറക്റ്റാണ്. അഥവാ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്തും വർക്ക് അറ്റ് ഹോമും കമ്പനിക്ക് വർക്ക് ഫ്രം ഹോമും തന്നെയാണ്. പക്ഷെ അതിൻ്റെ രീതി അങ്ങനെയാണ്. അഥവാ നമ്മളൊരു കമ്പനി നമ്മളോട് ആവശ്യപ്പെട്ടിട്ട് വീട്ടിലിരുന്നിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് വർക്ക് ഫ്രം ഹോമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? വർക്ക് അറ്റ് ഹോമാണ്. ഈ ഒരു രീതിയിൽ പെട്ടെന്ന് അനലിറ്റിക്കലി, അവനിപ്പോൾ അത് ആദ്യം ഇങ്ങനെ റെഫർ ചെയ്തിട്ട് ജേർണലിസ്റ്റ് പഠിച്ചതാണോ മോനെ? ഏതെങ്കിലും ജേർണലിസ്റ്റ് കണ്ടിട്ടല്ലേ അവിടെ ഇരുന്ന് വെറുതെ ചിന്തിച്ചതല്ലേ നീ? ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒന്ന് കൈയടിച്ച് കൊടുത്താട്ടെ. അതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സ്കില്ലിലേക്ക് വരുന്നത്. നമ്മൾ എന്തുകൊണ്ട് അതിന് ആൻസർ പറയാതിരുന്നേ? നമ്മളിങ്ങനെ ആലോചിച്ചത് എന്താ? ഞാൻ നിങ്ങളെ കുറവാക്കല്ല കേട്ടോ. അതിപ്പോൾ 2 1 തന്നെയല്ലേ, ഫ്രമും മറ്റുമൊക്കെ എല്ലായിടത്തും ഉപയോഗിക്കണത് തന്നെയല്ലേ. നമ്മളാ പണ്ട് പഠിച്ച നോട്ടള്ളി പട്ടാസ് എയ്തർണർ ആസുന സാസ്മച്ച സാസ്ഫറാസിലൂടെ ഇങ്ങനെ കടന്നു പോയി. അവൻ പെട്ടെന്ന് ചിന്തിച്ച് ഫ്രമും അറ്റും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അവൻ ആൻസർ കിട്ടി. ഞാനീ പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ ഒരുപാട് സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകളില്ലാതെ ഉയരങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഇപ്പം സുന്ദർ പിച്ചെ ഗൂഗിൾ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഗൂഗിളിൻ്റെ CEO ആയിട്ടാണ് കയറ്റാൻ പോണേ. ഗൂഗിളിൻ്റെ തലപ്പത്തേക്ക് ഇരുത്താൻ പോവാണ് അദ്ദേഹം. പിന്നെ ഏറ്റവും ടോപ്പ് ലൈനിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അതിനുശേഷം പിന്നെ ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് കോഴ്സും കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് ഒറ്റ ചോദ്യമാണ്. സുന്ദർ പിച്ചെ പറയുന്നുണ്ട്, ഒരേ ഒരു ചോദ്യമാണ് ഡെപ്തിൽ ചോദിച്ചത്. നിങ്ങൾ കാരണം എന്തായിരിക്കും ഗൂഗിളിന് സംഭാവന ചെയ്യുക? വാട്ട്സ് യുവർ കോൺട്രിബ്യൂഷൻ എന്നതാണ്. നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നാണ്. ആ ചോദ്യത്തിൽ എന്താ ചെയ്യുക? കാരണം ഒരു കമ്പനിയുടെ തലപ്പത്തേക്ക് കയറണമെങ്കിൽ ഞാൻ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന ചിന്തയ്ക്ക് പകരം സുന്ദർ പിച്ചെ അതിമനോഹരമായി മറുപടി പറഞ്ഞത്, ലോകം മുഴുവനും ഗൂഗിൾ നോക്കി സഞ്ചരിക്കുന്ന ഒരു കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് തരുമെന്നാണ്. ഗൂഗിൾ നോക്കിയിട്ട് ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഒരു കാലത്തിന് അത് തുടങ്ങി വെച്ചിരുന്നു ഗൂഗിളെങ്കിലും അതിന് ഹൈ പിച്ചിലേക്ക് കൊണ്ടുപോയി. ഇന്ന് നിങ്ങൾ നോക്കിക്കോ, എത്രയോ കോടികളാണ് ഒരു സ്റ്റാഫിന് അവർ കൊടുക്കുന്നത്. CEO ഒക്കെ കൊടുക്കുന്ന ഇപ്പോൾ ആൽഫബറ്റിൻ്റെ CEO ആക്കി. എന്താ ആൽഫബറ്റും ഗൂഗിളും തമ്മിലുള്ള വ്യത്യാസം? ആരോടാ പറഞ്ഞല്ലേ? എന്താ വേം പറ. അതിന് 500 വേറെ തരണോ? എക്സ്ട്രാ റീഡിങ് നമ്മൾ നടത്തണം. നമ്മളൊക്കെ കമ്പനി വർക്ക് ചെയ്യാനുള്ള ആൾക്കാരാണ്. ആൽഫബറ്റ് ലോകത്തിൽ ഏറ്റവും വലിയൊരു മദർ കമ്പനിയാണ്. അതിൻ്റെ ഒരു കമ്പനിയാണ് ഗൂഗിൾ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? മദർ കമ്പനിയുടെ ഒരു കമ്പനിയാണ് ഏത്? ഗൂഗിൾ. അല്ലാതെ ഗൂഗിളിൻ്റെതല്ല ആൽഫബറ്റ്. ആൽഫബറ്റിൻ്റെ ഒരു കമ്പനിയാണ് ഏത്? ഗൂഗിൾ. ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ. മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിന് ഇതൊക്കെ പഠിക്കാനുണ്ട്. ഏതായാലും ഞാൻ പറയുന്നത് ആൽഫബറ്റിൻ്റെ, ഇപ്പോൾ ആൽഫബറ്റിൻ്റെയും CEO ആണ് ആര്?
ഈ പറയുന്ന സുന്ദർ പിച്ചെ. അപ്പോൾ ക്രിട്ടിക്കലി ചിന്തിച്ചിട്ടൊരു വലിയ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അത് തൻ്റെ മാപ്പിങ്ങിൽ ഉള്ളത് കൊണ്ടാണ്, തൻ്റേതായ ചിന്ത. അതിനെയാണ് സ്കിൽസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളോട് ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ, ഞങ്ങൾ ചെറിയ ചെറിയ കോഴ്സല്ലേ നടത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവർ ക്ഷണിക്കണം കേട്ടോ. ഇവിടുത്തെ ഫ്രണ്ട് ബെഞ്ച് വലിയ ഫ്രണ്ട് ബെഞ്ചൊന്നും അല്ലല്ലോ, അതൊരു ഓഡിറ്റോറിയം അല്ലേ. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ആളുകൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാകും, മനസ്സിലായോ? കോൺസെൻട്രേഷൻ ഉണ്ടാകും, മാർക്ക് കിട്ടാനുള്ള കോൺസെൻട്രേഷൻ. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് അറ്റൻഷൻ ഉണ്ടാവും. തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എല്ലാവരെയും അറ്റൻഡ് ചെയ്യാൻ അവനറിയാം. ഇപ്പോൾ ശുക്കൂർ എന്താ ചെയ്യണത്, മാറൂഫ് എന്താ ചെയ്യണത്, മുകുൽസ് എന്താ ചെയ്യണത്, ഇത് ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കാൻ അവൻ്റെ പരിപാടി. എമ്മാതിരി അറ്റൻഷനാണെന്നറിയോ? കാരണം അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലേക്ക് മാത്രം നോക്കിയിരിക്കലല്ല, എല്ലാം കൂടി നോക്കലാണ്. ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ആൾ ആകെ, അവരെ മോശമാക്കല്ല, അവർ നല്ല കുട്ടികളാണ്, അവർ A+ എടുക്കട്ടെ. അവരാകെ കാണുന്ന നൗഷാദ് സാറെ മുഖം, പിന്നെ നോട്ട് ബുക്ക്, നൗഷാദ് സാറെ മുഖം, നോട്ട് ബുക്ക്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ആയിരിക്കും അവരുടെ പോക്കുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷനും അറ്റൻഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചീഫ് സെക്രട്ടറി പോലും സംസാരിച്ചില്ലേ അതിമനോഹരമായിട്ട്. അതിൻ്റെ അടുത്ത് എഡ്യൂക്കേഷൻ വേണ്ടെന്നെല്ലാം പറഞ്ഞു കേട്ടോ, എഡ്യൂക്കേഷൻ എന്തായാലും നിർബന്ധമായിട്ടും വേണം. പക്ഷേ ചീഫ് സെക്രട്ടറി സംസാരിച്ചത് എന്താ? കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി, ഇന്നത്തെ അല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം സിവിൽ സർവീസുകാരനാണല്ലോ. എന്തായാലും സിവിൽ സർവീസുകാരൻ പറയാണ്, കേരളത്തിൽ ഏറ്റവും നന്നായി പഠിച്ച് ഉയർന്നു വന്ന ആളുകളൊക്കെ ഞങ്ങളെപ്പോലെ കളക്ടർമാരായി. അതിന് താഴെയുള്ള ആളുകളൊക്കെയും എന്തായി? പൊളിറ്റീഷ്യൻസായി. അതിലും താഴെയുള്ള ആളുകളൊക്കെയും ബിസിനസ്മാന്മാരുമായി. ബിസിനസ് എന്ന് പറഞ്ഞാൽ കേവലം 50 ലക്ഷം 60 ലക്ഷം കൊണ്ട് കളിക്കുന്നവരെ പറ്റിയല്ലേ ഈ പറയുന്നത്. എന്നിട്ട് പറയാണ്, ഇപ്പം ബിസിനസ്സുകാർ രാഷ്ട്രീയക്കാരെന്താക്കുന്നു? ഭരിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയക്കാർ ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞു? സ്കില്ലപാരമാണ്. ഈ അടുത്തിടെ മോദി സർക്കാർ കുറച്ച് മുമ്പേ സിവിൽ സർവീസിൻ്റെ പാറ്റേൺ മാറ്റി, സർക്കാരല്ല അതിൻ്റെ അതോറിറ്റി മാറ്റി. ആ മാറ്റുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആഡ് ചെയ്തത് ഏതാണെന്നറിയോ? സിവിൽ സർവീസിൽ ഇൻട്രാപേഴ്സണൽ സ്കിൽസ്. എന്താ ഇൻട്രാപേഴ്സണൽ സ്കിൽസ്? ഇൻ്റർപേഴ്സണൽ സ്കില്ലുണ്ട്, ഇൻട്രാപേഴ്സണൽ സ്കില്ലുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് അതിമനോഹരമായിട്ട് പെരുമാറാനും നമുക്ക് നമ്മളെക്കുറിച്ച് അനലൈസ് ചെയ്യാനുള്ള വേറെ കഴിവ്. ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് ഇൻട്രാപേഴ്സണലാണ്, മറ്റൊന്ന് ഇൻ്റർപേഴ്സണലാണ്. ഇത് രണ്ടും രണ്ടാണ്. ഇത് ഇൻ്റർപേഴ്സണലാണ്. ഇൻ്റർ അവിടെ നിൽക്കും, ഇൻട്രയല്ല ഇൻ്റർ. ഇൻ്ററിൽ നിൽക്കുന്ന സാധനം ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭയങ്കരമായ രസകരമായ ഒരു ഇമോഷണൽ എന്താ പറയുക, ഒരു ബ്രിഡ്ജിങ്. ആ ഒരു സാധനത്തിനാണ് ഇൻ്റർപേഴ്സണൽ എന്ന് പറയാം. പണ്ടൊക്കെ കലക്ടർമാർ എന്ന് പറയുന്ന ആളുകൾ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചതി മനോഹരമായി ഉയർന്ന് പോയാൽ അവർക്ക് എന്തുണ്ടാകുമായിരുന്നു? മാർക്ക് കിട്ടി കലക്ടറാകാമായിരുന്നു. പക്ഷേ ഇന്നത്തെ കലക്ടർമാർ അങ്ങനെ കഴിയില്ല. ലൈക്ക് പൊളിറ്റീഷ്യൻസ് എന്നാ പറയുന്നത്. രാഷ്ട്രീയം ഏതുമാകട്ടെ, രാഷ്ട്രീയക്കാരെ പോലെ ആളുകളോട് നല്ല ബന്ധമുള്ളവരാകണം ഇനിയുള്ള കലക്ടർമാരെന്നാണ് അതിലെ പ്രധാനപ്പെട്ട തീരുമാനം. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് വർദ്ധിപ്പിക്കണം എന്നതാണ്. എന്ന് വെച്ചാൽ ആളുകളുള്ള റാപ്പോ, നമ്മൾ ഫ്രണ്ട്സ് റാപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി, അതൊരു വലിയ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സ്കിൽസുകൾ എത്ര നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എല്ലാം ഉണ്ടാവുക. അതിൽ പ്രധാനപ്പെട്ട ചില സ്കിൽസ് പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രധാനപ്പെട്ട സ്കിൽസ് ഒന്ന് റഫറൻസ് സ്കിൽസാണ്. എന്താ റഫറൻസ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ? വ്യത്യസ്തമായ ബുക്സ് റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിൽ നിന്നുള്ള പോയിൻറ്റ്സുകൾ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, ആ പറയുന്ന സാധനം വ്യത്യസ്തമായ നോളേജുകളെ വ്യത്യസ്തമായ ഭാഗത്തു നിന്ന് അനലൈസ് ചെയ്തിട്ട് അടർത്തിയെടുക്കാനുള്ള കപ്പാസിറ്റി, നിരന്തരമായി വായിച്ചും പഠിച്ചും നെറ്റ് ഉപയോഗിച്ച് കേട്ടും ഇതേപോലെ തന്നെ ഈ ലൈബ്രറിയിൽ കയറിയിട്ടും ആ നോളേജിനെ സീക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ പേരാണ് റഫറൻസ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇതൊരു കുട്ടിക്ക് ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്യും? ആളുകളുടെ പ്രഭാഷണം കേട്ടിരിക്കും. നിങ്ങൾ എന്നെ ഈ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പ്രഭാഷകരായ ആൾക്കാരൊക്കെ ഈ വായിച്ചിട്ടുള്ള അറിവ് അങ്ങോട്ട് പറഞ്ഞതല്ല, അത് ആകാശത്തു നിന്ന് വന്ന അറിവൊന്നുമല്ല. അവർ കുറേ ബുക്സ് വായിക്കുന്നു, നിങ്ങൾ വായിക്കാത്തത് കൊണ്ട് അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുന്നു. ഇതല്ലേ തമ്മിൽ വ്യത്യാസം? ആണോ അല്ലേ? ഈ ക്ലാസ് എടുക്കുന്ന ആളുകൾ കുറേ ബുക്സ് വായിക്കുന്നു, നിങ്ങളത് വായിച്ചിരുന്നെങ്കിൽ ഇവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കണ്ട. സുലൈമാൻ മേപ്പത്തൂരിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരുന്ന് കൊടുക്കണ്ട. കാരണം നിങ്ങളത് വായിക്കാത്തത് കൊണ്ട്, നിങ്ങളതിലൂടെ സഞ്ചരിക്കാത്തത് കൊണ്ട് ഇത്തരക്കാരുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്ന് കൊടുക്കേണ്ടി വരുന്നു. നിങ്ങൾ എന്നെ പ്രസംഗത്തിന് വിളിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങളൊന്ന് ഉയർന്നോട്ടെ എന്ന് വിചാരിച്ച് പറയാണ്. അതുകൊണ്ട് അവരത് പ്രൊമോട്ട് ചെയ്ത് പറയില്ല, നിങ്ങൾ വായിക്കണമെന്ന്. ഇന്നലെ നമ്മൾ വലിയൊരു ബുക്ക് സ്റ്റാളിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രസാധകരുടെ വലിയൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പെരുമ്പല വൻസാർ സ്കൂളിൽ.
അവിടെ ഇംഗ്ലീഷ് മീഡിയം വലിയ സംഭവമായ സ്കൂളാണ്. അവർക്ക് അലൂമിനി US-ലുണ്ട്, അലൂമിനി UK-ലുണ്ട്, അങ്ങനത്തെ സ്കൂളാണത്. അവിടെ ആയിരുന്നു ഇന്നലെ പരിപാടി. അവിടെ വലിയ ബുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ കഥ അവിടുത്തെ സാറന്മാർ പറഞ്ഞു, ബുക്സ് വായിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ടെക്നോളജി പോരെ. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ബുക്സ് വായിക്കുക എന്നത് വലിയൊരു സ്കില്ലാണ്, റെഫറൻസ് സ്കില്ലിൽ പെട്ടതാണ്. അത് നമ്മുടെ മനസ്സിൽ കയറ്റി വെക്കുക എന്നുള്ളത് വേറൊരു സ്കില്ലാണ്. നിങ്ങൾക്ക് എല്ലായിടത്തും അതിനെന്താക്കാൻ പറ്റും, പ്രസരിപ്പോട് കൂടിയിട്ട് ഇറക്കാൻ പറ്റും. ആര് നമ്മളോട് ചോദിച്ചാലും അതിലൊരു നോളജബിൾ പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ടെക്നോളജി വെറും വാട്സപ്പ് കേട്ടിരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ മഞ്ഞുമറയുന്നത് കൊണ്ട് ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. ഇതിൻ്റെ അർത്ഥം വാട്സപ്പ് കാണണ്ട, ഫേസ്ബുക്ക് കാണണ്ട എന്നല്ല, ഒന്നും ഓർമ്മയിൽ നിൽക്കുക. നിങ്ങൾ ഒന്ന് പറ, ഇന്നലെ നിങ്ങൾ കണ്ട ഫേസ്ബുക്കിൽ എന്തൊക്കെ നിങ്ങൾ കണ്ടു? പോട്ടെ, നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിരിക്കും ഉപയോഗിക്കുക. ഇൻസ്റ്റഗ്രാമിൽ എന്തൊക്കെ നിങ്ങൾ കണ്ടു? വല്ലതും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇല്ല. ഇമോഷണൽ സ്റ്റോറീസ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നല്ലാതെ എന്തൊക്കെ ഇന്നലെ കണ്ടു, ആയിരക്കണക്കിന് പോസ്റ്ററുകൾ നമ്മൾ കണ്ടു, ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. പക്ഷേ വായിച്ചത് മുഴുവൻ അവിടെ നിൽക്കും, നിങ്ങളതിന് സിനാപ്സിസ് എഴുതിയിട്ടുണ്ടെങ്കിൽ. അപ്പം റെഫറൻസ് സ്കിൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഏരിയ. ചാറ്റ് GPT ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? വെറുതെ കൈ വെക്കരുത് കേട്ടോ, ഉള്ളിനോട് ചോദിച്ചിട്ട് കൈ പൊക്കാവും. ചാറ്റ് GPT ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. അതിങ്ങനെ എപ്പോഴെങ്കിലും നോക്കണ കഥയല്ല ഞാൻ പറഞ്ഞത്. സീരിയസ് ആയിട്ട് ചാറ്റ് GPT നോക്കുന്ന എത്ര പേരുണ്ട്? അതിനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ വളരെ സ്കിൽ ഉണ്ടാകണം. കാരണം ചാറ്റ് GPTയോട് ചോദിക്കുമ്പോൾ പല രീതിയിൽ ചോദിച്ചാൽ പല ആൻസർ ആയിരിക്കും പറഞ്ഞുതരിക. ഹൗ ടു മേക്ക് എ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ആദ്യം നമ്മൾ പഠിച്ചു വെക്കണം. എന്നിട്ട് ചാറ്റ് GPTയോട് ചോദിച്ചാൽ അതിമനോഹരമായ റിസർച്ച്ഫുള്ളി നമുക്ക് ആൻസർ തരും. അപ്പോൾ നമ്മൾ ഒരുപാട് നോളേജുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് ഇതിൽ പെട്ടതാണ്. അത് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ മറ്റുള്ളത് അല്ലേ, ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റ് ഏതായിരിക്കും എന്നറിയോ? അറിയോ? ഏറ്റവും സാലറീഡ് ആയിട്ടുള്ള ആളുടെ പോസ്റ്റ് ഏതാണെന്നറിയോ? വെബ് ഡിസൈനിങ് കുറേ കഴിഞ്ഞ് ഞങ്ങൾ നിർത്തേണ്ടി വരും. അവസാനത് വലിയ വലിയ കമ്പനികളിലേക്ക് ലിയാസണിങ് വർക്കാണ്. എന്താ ലിയാസണിങ് വർക്ക് എന്ന് പറഞ്ഞാൽ? വലിയ വലിയ കമ്പനികൾക്ക് കത്തെഴുതുക, മെയിൽ അയക്കുക. അതിനെ നമുക്ക് ഞാൻ പറയട്ടെ, ആ മെയിൽ അയക്കുന്നത് ഒറ്റ വരിയിൽ അയക്കാൻ അല്ലെങ്കിൽ മാക്സിമം 2 വരിയിൽ അയക്കുന്നവനാണ് സ്കില്ലുള്ളവൻ. ഒരു എസ്സേ പോലെ അയക്കുന്നവനല്ല സ്കില്ലുള്ളവൻ. ഞാനൊരു വാക്ക് പറയാം, ശ്രദ്ധിക്കണേ. ഞാനൊരു വാക്ക് പറയാം കേട്ടോ, ഒരു വാക്ക് പറയാം. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വിശദീകരിച്ചു പറയുന്നത്. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചുരുക്കി പറയുമായിരുന്നു. ഈ വാക്ക് തെറ്റാണോ? തെറ്റല്ലേ? ഒന്നും കൂടി പറയാം. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നീട്ടി പറയുന്നത്. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചുരുക്കി പറയുമായിരുന്നു. ഇത് തെറ്റാണോ? തെറ്റല്ലേ? നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒന്ന് പറയേ, ഇത് തെറ്റല്ലേ? ഉറപ്പല്ലേ? സമയം ഉണ്ടെങ്കിലല്ലേ നമ്മൾ നീട്ടി പറയാ. സമയം ഇല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയോ? ഇല്ലല്ലോ. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുരുക്കി പറയാന്നല്ലേ എല്ലായിടത്തും നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ പറഞ്ഞ വാക്ക് ശരിയാണ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. സ്കിൽ ബേസിലേക്ക് പോകുമ്പോൾ അത് ശരിയാണ്. എങ്ങനെ ശരിയാകും? ഇവിടെ ശ്രദ്ധിക്കണേ. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നീട്ടി പറയുന്നത്, സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചുരുക്കി പറയുമായിരുന്നു എന്ന പ്രസ്താവന ശരിയാണ്. എങ്ങനെയെന്നറിയോ? അത്യാവശ്യം പ്രസംഗിക്കാൻ അറിയുന്ന ആൾക്ക് ഒരു പേജ് പറയാൻ അല്ലെങ്കിൽ എഴുതാൻ അറിയുന്ന ആൾക്ക്, നിങ്ങളൊക്കെ കുറേ പരീക്ഷ എഴുതിയതല്ലേ, ഇംഗ്ലീഷിലൊരു പേജ് എഴുതാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ ആ ഒരു പേജ് എഴുതിയ സാധനം, ശ്രദ്ധിക്കണേ, ഒരു പേജ് എസ് പോലെ എഴുതിയിട്ടുള്ള ആ സാധനം അതിനെ 2 വരിയിൽ ഒതുക്കാൻ കുറച്ച് സമയം വേണം. ഇപ്പോൾ മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞത്? മനസ്സിലാവുണ്ടോ? അതിനെ 2 വരിയിൽ ഒതുക്കാൻ എന്ത് വേണം? കുറച്ച് സമയം വേണം അല്ലേ? കാതുപാടില്ല കാന്തന്, കണ്ണുപാടില്ല കാന്തക്കും, എങ്കിൽ ബന്ധം കാന്തമായിടും, അല്ലെങ്കിൽ അത് കുന്തമായിടും. ഇതാരുടെ വാക്കാ? കുഞ്ഞുണ്ണി മാഷൻ്റെ വാക്കാണ്. ഒന്നും കൂടി പറയാം. എന്താണ്? കാതുപാടില്ല കാന്തന്, കണ്ണുപാടില്ല കാന്തക്ക്, എങ്കിൽ ബന്ധം കാന്തമായിടും, അല്ലെങ്കിൽ അത് കുന്തമായിടും. കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നൂല. പക്ഷെ കുഞ്ഞുണ്ണി മാഷ് എത്രയോ ദിവസങ്ങൾ തപസ്സിരുന്നുണ്ടാക്കിയ 2 വരിയാണത്. കണ്ണുപാടില്ല കാന്തന്, ഭാര്യ ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ കല്യാണപ്പേരി പോയാലേ ചിലപ്പം പഴയ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടാവും, അതേമാതിരി ചിലപ്പോൾ എളാപ്പാനെ മോനെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കസിൻസിനെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കൂടെ പഠിച്ച ആളെ കണ്ടിട്ടുണ്ടാവും. അയാളുടെ മനസ്സിൽ ഒരു വൃത്തികേടും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തൊക്കെയല്ലേ, സുഖം തന്നെയല്ലേ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. അത് ഭർത്താവിനൊരു മോശമായ കണ്ണുണ്ടെങ്കിൽ എന്തിനാ അവരോട് സംസാരിക്കാൻ പോയെ? അത് കല്യാണത്തിന് മുമ്പ് ഒഴിവാക്കിയതല്ലേ? ഇയാൾ കാമുകനൊന്നുമല്ല, അത് പണ്ട് പഠിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മാത്രമാണ്. ഇങ്ങനെ സംശയമുള്ള കണ്ണുള്ള ഭർത്താവ്, മനസ്സിലായോ? ആ കണ്ണ് പാടില്ല. ആർക്ക്?
ആർക്ക് പറ? ആർക്ക്? ഭർത്താവിന്. കാതുപാടില്ല കാന്തക്കും. കാന്ത എന്ന് പറഞ്ഞാൽ ആരാ? ഭാര്യയാണ്. എന്ന് പറഞ്ഞാൽ ഭർത്താവിന് അവിടെ കണ്ടിരുന്നു കേട്ടോ, എന്തോ ഒരു ചിരിതിരി ഉണ്ട് കേട്ടോ. ഇങ്ങനെ പലരും പറയുന്ന കാത് ആർക്കും പാടില്ല. ആർക്കും പാടില്ല. നിങ്ങൾ പറയട, ആർക്കും പാടില്ല. ഭാര്യക്കും പാടില്ല. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞേ, കാതുപാടില്ല കാന്തക്ക്, കണ്ണുപാടില്ല കാന്തനും, എങ്കിൽ ബന്ധം കാന്തമായിടും, അല്ലെങ്കിൽ അത് കുന്തമായിടും. ഒറ്റ വരിയാണ്, പക്ഷേ അങ്ങേയറ്റത്ത് ചിന്തയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ നീട്ടി പറയേണ്ടുന്ന സാധനത്തിന് ചുരുക്കി പറയുന്നതിൻ്റെ പേരാണ് ലിയാസണിങ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ സ്കില്ലിൽ പ്രധാനപ്പെട്ട ഒന്ന് അതായിരിക്കും. കാരണം ഭാവിയിൽ നിങ്ങളെ കമ്പനിയുടെ തലപ്പത്തിരിക്കുമ്പോൾ ആ സമയത്ത് വലിയ വലിയ കമ്പനിക്ക് ഒരു മെയിൽ അയക്കാൻ പറഞ്ഞാൽ അതിമനോഹരമായ പദങ്ങളിലൂടെ ഒരു റിത്തമിക്കായിട്ട് ഒറ്റ വരിയിൽ അതിനെ കുറിച്ച് വെക്കുന്ന, വേണമെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ബെൻസിൻ്റെ ഷോറൂമിക്കല്ല, ബെൻസിൻ്റെ കമ്പനിയിലേക്ക് നിങ്ങളൊരു നീണ്ട മെയിൽ അയച്ചു കൊടുക്കുക. അതിന് മറുപടിയായിട്ട് ബെൻസിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് വരില്ല. ഞാൻ പറഞ്ഞത് കോഴിക്കോട് ഷോറൂമിൽ നിന്നല്ല, ബെൻസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന മെയിൽ ജസ്റ്റ് ഒറ്റ വരി ഉണ്ടാവുള്ളൂ. അത് തിരിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇരുന്ന് ആലോചിക്കേണ്ടി വരും. ദാറ്റ് ഈസ് ലിയാസണിങ് വർക്ക്. അപ്പോൾ സ്കില്ലെന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഹാർഡ് കോറായിട്ട് ഉണ്ടാക്കേണ്ട സ്കില്ലാണ് റെഫറൻസ് സ്കില്ല് ഒന്ന്. മറ്റൊന്ന് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അതിമനോഹരമായി നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള, വിവരിക്കാനുള്ള കഴിവ് അതുണ്ടാക്കേണ്ടുന്ന ഒരു സ്കില്ലാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങളിതൊക്കെ പഠിച്ചിട്ട് മേലേക്ക് പോയാൽ അതിമനോഹരമായി. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കോഴ്സിൽപ്പെട്ട ഒന്ന് പഠിച്ച് അത് ആളുകൾക്ക് വിശദീകരിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്കുണ്ടാക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലല്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷാ നൈപുണ്യമാണ്. ഭാഷയുണ്ടെന്ന് വിചാരിച്ചിട്ട് വിവരിക്കാനുള്ള കഴിവുണ്ടാവില്ല. മനസ്സിലായോ? പ്രസൻറ്റേഷൻ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും രണ്ടും രണ്ടാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാനുള്ള സ്കില്ലാണ്. ഒരു ഗ്രൂപ്പിനോട് പറയാനുള്ള സ്കില്ല് വേറെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ മലയാളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരോട് സംസാരിക്കുമല്ലോ, എന്നാൽ ഇവിടെ വന്നിട്ട് മൈക്ക് പിടിച്ചിട്ട് അതേപോലെ ഒന്ന് പറഞ്ഞാട്ടെ, അത് വേറൊരു സാധനമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒന്ന് പ്രസൻറ്റേഷൻ സ്കില്ലാണ്, മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആളുകളോട് നല്ല ഉഷാറായിട്ട് വാട്സപ്പിലൊക്കെ വർത്തമാനം പറയും, നന്നായിട്ട് പറയാനൊക്കെ പറ്റും, അത് കമ്മ്യൂണിക്കേഷനാണ്. എന്നാൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളോട് മാസ്സായിട്ട് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടാകലാണ്. അത് നമ്മൾ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരേണ്ടതാണ്. അതെപ്പോഴാണ് നമുക്ക് കിട്ടുകയെന്നറിയോ? നമ്മൾ ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ. ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, എല്ലാ മതക്കാരും എല്ലാവരും ഇവിടെ ഉണ്ട്. എന്നാൽ ഈ ദാറുൽ ഹുദ, ഉദാഹരണത്തിന് നമ്മുടെ ചെമ്മാടുള്ളൊരു സ്ഥാപനമാണ് ദാറുൽ ഹുദ. അവിടെ നിന്ന് ഇറങ്ങുന്ന ഹുദവിമാർ ഒട്ടുമിക്ക ആൾക്കാരും പ്രഭാഷകരാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ ആഴ്ചയിൽ എന്തുണ്ട്? ആഴ്ചയിൽ എന്തുണ്ട്? ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആഴ്ചയിൽ അവർക്ക് സെമിനാറുണ്ട്. ആ സെമിനാറിൽ പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണം പ്രസംഗിച്ച് ഈ സെനിസാറിലൊക്കും ഈ പറഞ്ഞ ഹാരിസ് ഉദവി മറ്റവരൊക്കെ എത്തിയത്. അതുകൊണ്ട് ക്രിയേറ്റീവായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട, ഇൻബോണായിട്ട് ഒരു പക്ഷേ നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മളായിട്ട് സൃഷ്ടിച്ചെടുക്കേണ്ടുന്ന ചില സാധനങ്ങൾ, ഒറിജിനൽ ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സിന് ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കണം ശക്തിപ്പെടേണ്ടത് എന്നാണ്. ഒരാൾ നല്ല പ്രഭാഷകനാകണമെങ്കിൽ, നല്ല പാട്ടുകാരാകണമെങ്കിൽ, നല്ല വരക്കാരനാകണമെങ്കിൽ അവൻ്റെ ലെഫ്റ്റ് ബ്രെയിനിട്ട് മറിക്കണം. അത് അങ്ങനത്തെ ക്ലാസ്സിലേക്ക് പോകേണ്ട ഒരു സന്ദർഭമല്ല ഇത് എന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അവൻ്റെ റൈറ്റ് ബ്രെയിനെ ക്ലോസ് ചെയ്യുകയും റൈറ്റ് ബ്രെയിനെ ഏറ്റവും കൂടുതൽ ഉയർത്തുകയും ചെയ്യുന്ന ക്യാമ്പുകളുണ്ട്. 5 days ക്യാമ്പുണ്ട്, 7 days ക്യാമ്പുണ്ട്. അതിൽ നിങ്ങളെ വേറെ ലെവലിലൊന്നും ചിന്തിപ്പിക്കില്ല. ചിന്തിപ്പിക്കുന്നതൊക്കെ ഈ ലെഫ്റ്റ് ബ്രെയിൻ വെച്ചിട്ടായിരിക്കും. അതിനുള്ള സൈക്കോളജിക്കൽ മൊഡ്യൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് പെട്ടെന്നൊരു ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകുന്ന സ്കിൽസാണ്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ കഴിഞ്ഞാൽ അനലിറ്റിക്കൽ റീസണിങ് ആണ്. എന്തു പറ്റി? മടുക്കുന്നുണ്ടോ? എൻ്റെ ടോപ്പിക്ക് ഇതാണ്. മാറ്റണോ? കഥ പറഞ്ഞിരിക്കണോ? ഞങ്ങൾക്ക് തിരിയില്ല തോന്നുന്നുണ്ടോ? മക്കളെ, നിങ്ങൾക്കിത് വേണ്ടതാണ്. ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ജാഫർ. എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിന്, കുട്ടികൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ, ഫസ്റ്റ് ഇയറിന് അവൻ ജാഫർ പറമ്പിൽ, ഞാനിത് വീഡിയോയിലൂടെ ആളെ പേര് പറഞ്ഞു. ഫസ്റ്റ് ഇയറിന് ഞങ്ങൾ ഒന്നിച്ച് കോളേജിലേക്ക് പോവാണ്. അതിലടക്ക് അവൻ്റെ ജ്യേഷ്ഠൻ ഒരു വിസ കൊടുത്തയച്ച്. ജ്യേഷ്ഠൻ പറഞ്ഞത്, എന്തായാലും അവൻ ഇങ്ങോട്ട് കയറിക്കോട്ടെ, ഇനി പഠിച്ചിട്ട്. അന്നത്തെ കാലത്ത് ആളുകളുടെ വിശ്വാസം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഗൾഫുകാരുടെ ഒരു വിശ്വാസം. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ല. അങ്ങനെ ഇവൻ അങ്ങോട്ട് കൊണ്ടുപോയി. ചുരുക്കി പറയാം, കൊണ്ടുപോയിട്ടൊരു സാധാരണ ഷോപ്പിൽ നിർത്തി, ഒരു ചായക്കടയിൽ നിർത്തി. ഇവർ വാങ്ങിയിട്ടുള്ള ചായക്കടയിൽ. അതിലടക്ക് ഇവൻ്റെ വാപ്പ മരിച്ചു. അങ്ങനെ അവൻ തിരിച്ചു വന്നു. ഒരുപാട് പ്രയാസങ്ങളായി. അങ്ങനെ പിന്നെ അവൻ രണ്ടാമതും കോളേജിൽ പോക്ക് തുടങ്ങി. അപ്പോൾ എനിക്കൊരു കോളേജിലൊരു വിദ്യാർത്ഥി കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. മേൽപ്പത്തൂരിൽ നിന്ന് പോകണമെങ്കിൽ ഒരാൾ കൂടെ വേണമല്ലോ. അന്നൊക്കെ വലിയ കുട്ടികളൊക്കെ കോളേജിൽ പോകുമ്പോൾ കളിയാക്കുന്ന ആൾക്കാരുടെ ഒരു കാലം കൂടിയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾ കോളേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ബുക്ക് അരയിലേക്ക് തീരിയിട്ടൊക്കെയാണ് ഞങ്ങൾ
ഞങ്ങളുടെ മുക്കിലപ്പീടിയിലൂടെ പോവുക. അന്നത്തെ കുറച്ച് ആൾക്കാർ, പാവങ്ങളാണ് അവരൊക്കെ, അവരിരുന്നിട്ട് ഇങ്ങനെ കളിയാക്കും, ഇതെന്താ പോത്തുപോലായിട്ടും കോളേജിൽ പോകണമെന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ കോളേജ് സ്റ്റൈൽ ആകത്ര പോകുന്ന ചെറിയ നോട്ട്ബുക്കാണ്, അത് അരയിലേക്ക് തീരിയിട്ട് ഞങ്ങൾ പോവുക. കാരണം പീഡികത്തിണ്ണയുടെ ഇരിക്കുന്ന ആളുകൾ പോലും കോളേജിലേക്ക് പോകുന്നതിനെ കളിയാക്കുന്ന ഒരു കാലം, അത്ര വിദൂരമൊന്നുമല്ലത്. അങ്ങനെ എനിക്ക് പോവാൻ ഒരാളില്ലല്ലോ എന്ന് വെച്ചാൽ ജാഫറിനെ പിന്നെയും കൊണ്ടുപോയി. കാലങ്ങൾ കുറേ കടന്നുപോയി. ഇപ്പോൾ ജാഫർ എന്ന് പറയുന്ന ആൾ ഏറ്റവും ടോപ്പ് അബുദാബിയിലെ വലിയൊരു ടോപ്പ് കമ്പനിയിലെ CFO ആണ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. അതിൻ്റെ അപ്പുറത്തേക്ക് ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. അന്നേ ഇപ്പോഴൊക്കെയല്ല ഇവിടെ USA CMA ഒക്കെ നമ്മൾ കേൾക്കൽ തുടങ്ങിയത്. അന്നേ USA CMA കഴിഞ്ഞിട്ട് അവൻ കമ്പനിയുടെ തലപ്പത്തേക്ക് കയറിയതാണ്. ഞാൻ പറയുന്നത് കുട്ടികൾ മനസ്സിലാക്കണേ, ശരീരം കൊണ്ട് ചെയ്യുന്ന ജോലി പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് പറഞ്ഞത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ജോലിക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ജോലിക്കാണ്. നമ്മൾ വെറും പഠിത്തമാണ് പഠിച്ചതെങ്കിൽ ശരീരം കൊണ്ട് ജോലി ചെയ്യേണ്ടി വരും. നിങ്ങൾ സ്കില്ലിലൂടെ വളർന്നാൽ ചെയ്യുന്ന ജോലി ബുദ്ധി കൊണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇതൊരു വലിയ വീടാണെന്ന് വെക്ക്, ഏകദേശം ഒരു 10 കോടിയൊക്കെ വരുന്ന അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ വീടുകളൊക്കെ. 10 കോടി വരുന്ന ഒരു വീടിന് ഒരു ആർക്കിടെക്റ്റ് ഉണ്ടാവും. അത് ടോണിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ശങ്കർ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ RK രമേശാന്ന് വിചാരിക്കുക. കേരളത്തിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന 3 ആർക്കിടെക്റ്റുമാരാണ്. അവർ വാങ്ങിക്കുന്നത് 10 കോടി രൂപക്ക് 1 കോടി രൂപയാണ്. എന്ത് അവർക്ക് കൊടുക്കണം? ശ്രദ്ധിക്കണേ, ആ വീട് പടുക്കാൻ വന്ന ഒരാളുണ്ടാവും, തേക്കാൻ വന്ന ആളുണ്ടാവും, പെയിൻറ്റിങ്ങിന് വന്ന ആളുണ്ടാവും. അവർക്ക് ഡെയിലി കൂലി 1000 ബിക്കോസ് ഇറ്റ് ഈസ് ഫിസിക്കൽ ജോബ്. ശരിക്കും മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ഫിസിക്കൽ ജോബ്, ശരീരം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. അതിൽ ബുദ്ധി ഉണ്ടെങ്കിലും 20% ബുദ്ധിയുള്ളൂ, ബാക്കിയൊക്കെ ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ടോണി വരുന്നത് ആകെ 3 തവണയായിരിക്കും, മാക്സിമം 4 തവണ. അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്കുകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യുക. ആരെ കൊണ്ട്? ചെറിയ ചെറിയ ആർക്കിടെക്റ്റുമാരെ കൊണ്ട്. എന്നിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അദ്ദേഹം വന്നിട്ട് 2 ഡയലോഗും നടത്തിയിട്ടാണ് പോവും. ഒരു വരത്തിന് എത്ര ആയി എന്നറിയോ? ആകെ എത്ര വന്നത്? 4 പ്രാവശ്യം. ഒരു വരവിന് 25 ലക്ഷം രൂപയാണ്. ഒന്ന് ഇൻ്റലക്ച്വൽ വർക്കാണ്, മറ്റൊന്ന് ഫിസിക്കൽ വർക്കാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഫിസിക്കൽ ജോബിന് ലക്ഷ്യം വെക്കല്ലേ. ഞാൻ പറഞ്ഞത് മോശമായ കാര്യമൊന്നുമല്ല ഫിസിക്കൽ ജോബ്. പക്ഷേ നമ്മൾ സ്കില്ല് കൂട്ടിയിട്ട് ഇൻ്റലക്ച്വൽ ജോബിലേക്ക് കയറണം. നിങ്ങൾ ഏതൊക്കെ കോഴ്സാണ് പഠിക്കുന്നത്? വെബ് ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈൻ, പിന്നെ ഗെയിമിംഗ് ഉണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ നേരത്തെ ചോദിച്ച സാധനം. ഏട്ടാ, ഇതൊക്കെ അപാര ബുദ്ധി വെച്ച് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇവരുണ്ടല്ലോ, ഇവരിങ്ങനെ വന്നിട്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്കൊരു കോഴ്സൊക്കെ ഇതാക്കി നിങ്ങൾ വിചാരിക്കുന്നൊരു കാര്യം, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, നിങ്ങളെപ്പോലെ ചിന്തിക്കാൻ എനിക്കും പറ്റുമല്ലോ. ഇവർ കുറേ പൈസ വാങ്ങിക്കുന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളെ ആ ഒരു ജനിത്തിലേക്ക് കൊണ്ടുപോവാണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം സാധാരണ രീതിയിൽ ഉപയോഗിക്കേണ്ടതിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് ലോകത്തിലേക്ക് എത്തിക്കല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത്, നിങ്ങൾ ക്യാമറ പകർത്തുന്നതുകൊണ്ട് എൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ട് അത്ര സീക്രട്ടുകളൊന്നും പറയാൻ പറ്റില്ല. എന്നാലും 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ലൈബീരിയയിൽ കിടക്കുന്ന ചില പ്രൊഡക്റ്റുകളെ യൂറോപ്പിലേക്ക് എത്തിക്കുന്നത് എൻ്റെ 2 സുഹൃത്തുക്കളാണ്. അത് ഈ യൂറോപ്പിനോട് നമ്മൾ ബന്ധപ്പെടുന്നതും ഈ പറയുന്ന ലൈബീരിയയോട് ലൈബീരിയ കിടക്കുന്നത് ആഫ്രിക്കയിലാണ്, യൂറോപ്പ് കിടക്കുന്നത് അപ്പുറത്താണ്. 2 കോണ്ടിനെൻ്റാണ്. ഈ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിട്ട് അതിനെ മുഴുവനും കാര്യങ്ങൾ നടത്തിയിട്ട് അത് അങ്ങോട്ട് കയറ്റാനുള്ള കംപ്ലീറ്റ് ലിയാസനിങ്ങും ലൈസൻസിങ്ങും അതിൻ്റെ എന്താ പറയുക ഷിപ്പിങ്ങും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പ്രൊഡക്റ്റ് അങ്ങോട്ട് എത്തിക്കലും ലോജിസ്റ്റിക്സും അതോടൊപ്പം ആ രാജ്യത്തിൻ്റെ നിയമം ഈ രാജ്യത്തിൻ്റെ നിയമം ആ രാജ്യത്തിലെ വിസിറ്റ് ഈ രാജ്യത്തിലെ വിസിറ്റ് അവിടുത്തെ എംബസി ഇവിടുത്തെ എംബസി ഇതൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ മെയിലുകളൊക്കെ നടത്തിയിട്ട് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് എൻ്റെ പാടത്തേക്ക് നോക്കിയിട്ടാണ്. ഒന്നും കൂടി പറയാം, പറഞ്ഞു മനസ്സിലായോ? എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തൊരു പാടുണ്ട്, അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആദ്യം പേപ്പറിൽ ഇത് കാണും, എന്നിട്ട് ഈ കാര്യങ്ങൾ സന്ദേശം അവർക്ക് എത്തിക്കും. ഞാൻ ഈ പറയുന്നവർ കയറ്റുന്ന യൂറോപ്പിൽ ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ. പക്ഷെ അവർ കയറ്റുന്ന ആ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല, ഈ കയറ്റുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും സ്ട്രോങ് സ്പേസാണ് ഞാൻ പറയുന്നത്. ഏത് ഒരു സാധനത്തെയും ഡിജിറ്റലൈസ് ചെയ്തിട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അപാര സ്കില്ലാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണേ. ആ സ്കില്ലിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്കില്ലുണ്ട്, പറഞ്ഞു മനസ്സിലായി? അതാ ഞാൻ പറഞ്ഞത്. ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, റെഫറൻസ് സ്കില്ല്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അനലിറ്റിക്കൽ റീസണിങ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, സ്ട്രാറ്റജിക്കൽ തോട്ട്സ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. ഇതൊക്കെ ഒരു മനുഷ്യനുണ്ടാകേണ്ടതാണ്. തീരുമാനം എടുക്കാനുള്ള കഴിവ്.
ലൈഫ് സ്കില്ലിൽ പെട്ടിട്ടുള്ള സ്കില്ലാണ് എന്ത്? ആളുകൾ പെട്ടെന്ന് ചൂടാകുന്ന, വളരെ ശ്രദ്ധിക്കണേ, പെട്ടെന്ന് ചൂടാകുന്ന സമയത്ത് ചൂടാകാതെ നിൽക്കണമെങ്കിൽ ലൈഫ് സ്കില്ല് നമ്മൾ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ന്യൂറോ ലിംഗ്വിസ്റ്റിക്, ഉദാഹരണത്തിന് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഇപ്പം ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇപ്പം ഞാൻ പറഞ്ഞേ, ഇമോഷണലി അവർ സ്റ്റേബിൾ അല്ല. എന്ന് വെച്ചാൽ വൈകാരികപരമായി അവരെന്തല്ല സ്റ്റേബിൾ അല്ല. ഒന്നിക്കൽ ഏതെങ്കിലും ഒരു ഹായ് മെസ്സേജ് കിട്ടുമ്പോഴേക്ക് അവൻ്റെ ഫോട്ടോ അയച്ച് ഇവൻ്റെ ഫോട്ടോ അയച്ച് ചുരുക്കി പറഞ്ഞ പിന്നെ ഉമ്മയും വേണ്ട അപ്പിയും വേണ്ട അമ്മയും വേണ്ട അച്ഛനും വേണ്ട പറഞ്ഞിട്ട് അവരെ പിന്നാലെ പോകുന്നൊരു സമൂഹം. രണ്ടാമത്തെ ഒരു സമൂഹം എന്താണ്? ഗ്യാങ്സ്റ്റേഴ്സ്. ആ സ്കൂളിൽ ഇന്നലെ പെരുമ്പിലാവെന്ന് കേട്ടൊരു കഥയാണ്. ആ സ്കൂളിലെ കുട്ടികൾ ഇട്ടതും ഈ സ്കൂളിലെ കുട്ടികൾ ഇട്ടതും വാട്സപ്പിന് ഒരേ ഗ്രൂപ്പിൻ്റെ പേരാണെങ്കിൽ തെരുവിൽ അടി. ഗ്യാങ്സ്റ്റേഴ്സ്. കാരണം രണ്ടുപേരുടെയും പേരൊന്നായിപ്പോയി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അവിടെ ഷാർക്ക് ഗ്രൂപ്പ് എന്നാണ്, ഷാർക്ക് ഗ്രൂപ്പ് എന്നാണ്, സ്രാക്കൂട്ടങ്ങൾ എന്നാണ് എഴുതണമെങ്കിൽ ഇവിടെ സ്രാക്കൂട്ടം എന്നിട്ടതിൻ്റെ പേരിൽ തെരുവിൽ അടിയാണ്, എടപ്പാളങ്ങാടിയിൽ അടിയാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കുട്ടികൾ. നമ്മൾ എവിടെ പോകും? ഭാവിയിൽ എന്താകും ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ സ്റ്റൈലിലേക്ക് പോകുമ്പോൾ എവിടെ എത്തും നമ്മൾ? ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ കൂടിയിട്ടാണ് ഇത്തരം കോൺവെക്കേഷൻ സെറിമണിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് അത് ലൈഫ് സ്കില്ലിൽ പെട്ടതാണ്. എന്താ ന്യൂറോ ലിംഗ്വിസ്റ്റിക്? നിങ്ങളോടിപ്പോൾ ഈ ഇരിക്കുന്ന മോനോട്, മോൻ്റെ പേരെന്താ? ഷബീ, എന്താ മോനെ നിൻ്റെ പേര് എന്ന് ചോദിച്ചാൽ അതൊരു നല്ലൊരു ജനറൽ ക്വസ്റ്റ്യനാണ്. മോനെ നിൻ്റെ പേരെന്താണ്? അപ്പം അവൻ്റെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് വർക്ക് ചെയ്യുന്നത് വേറൊരു അവസ്ഥയിലായിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള അവൻ്റെ നെർവ്സ് കംപ്ലീറ്റ് ഉണ്ട്, അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവന് ആൻസർ പറയും, എൻ്റെ പേര് ഇന്നതാണ്. നേരെ മറിച്ച് ഞാൻ എന്താടാ എൻ്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി? അവൻ്റെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് വേറെ രീതിയിൽ വർക്ക് ചെയ്യും. അവൻ്റെ ഭാഷക്കുള്ള ഞരമ്പുകളുണ്ടല്ലോ, അവൻ്റെ പുറത്തേക്ക് വരുന്ന വേർഡ്സ്, അതിനുവേണ്ടി അവൻ്റെ ബ്രെയിൻ ഒന്ന് പടക്കും, അവൻ്റെ ഹൃദയം ഒന്ന് തുടിക്കും, അവൻ്റെ കംപ്ലീറ്റ് നെർവ്സും വേറെ രീതിയിലേക്കാകും. അവൻ വളരെ പെട്ടെന്ന് കിനസ്തെറ്റിക് ആകും. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേദനിക്കുന്ന മനുഷ്യനാകും. പറയാൻ സൗകര്യമില്ലടോ എന്നൊരു പക്ഷേ തിരിച്ചു പറയും. ഇതറിയാതെയാണ് അധ്യാപകർ പോലും നമ്മളെ പഠിപ്പിച്ചത്. അധ്യാപകർ വന്നിട്ട് ചിലപ്പോൾ നമ്മളോട് പറയും, എന്താടാ നീ പഠിച്ചില്ലേ? എടാ എന്നുള്ള വിളി അധികം കുട്ടികൾക്ക് ഇഷ്ടമല്ല. ഡ മക്കളെ എന്ന് പറഞ്ഞ പ്രശ്നമില്ല, ഡ മോനെ എന്ന് പറഞ്ഞ പ്രശ്നമില്ല. എന്താടാ എന്നുള്ള ചോദ്യത്തിൽ നമുക്കറിയാം എന്താണെന്നുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്ക് താല്പര്യമില്ല ചോദ്യം കേൾക്കാൻ. എന്നിട്ടോ നീയും നിന്റെ വാപ്പയെ പോലാകാനാണോ തീരുമാനം എന്ന് ചോദിക്കുമ്പോഴേക്ക് വാപ്പയെ കൂട്ടി പറഞ്ഞതുകൊണ്ട് എന്താകും? ആകെ നമ്മുടെ നെർവ്സ് മാറും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനും പ്രൊഫഷണലി വിജയിക്കാനും ന്യൂറോ ലിംഗ്വിസ്റ്റിക്കിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ക്ഷമ നമ്മൾ കൊണ്ടെടുക്കുന്നത് ലൈഫ് സ്കില്ലിൽപ്പെട്ടതാണ്. പേഷ്യൻസ് എന്ന് പറയുന്നത് ലൈഫ് സ്കില്ലിൽപ്പെട്ടതാണ്. ആരെന്ത് പറഞ്ഞാലും ചൂടാകാത്ത മനോഭാവത്തിന് നല്ലൊരു പക്വത നമുക്ക് വേണം. അതിന് പറയുന്ന പേര് തന്നെ എന്താണെന്നറിയോ? ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി നിർബന്ധം. ഇപ്പോൾ അമ്മ നമ്മളെന്ത് ഇവിടെ കുറേ പാരൻസ് ഇരിക്കുന്നുണ്ടല്ലോ, പാരൻസ് ചിലപ്പോൾ നമ്മളോട് പറയാണ്, ഇന്ന് പോണില്ലടി എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ പോണില്ല എന്ന് പറയും. എന്താ എനിക്ക് പോയാൽ പിന്നെ എനിക്ക് പൈസ ഇങ്ങനെ ചിലവാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് ഉമ്മ പറയും. തള്ള ഞാൻ പോണില്ല എന്നല്ല ഞങ്ങളോട് പറഞ്ഞത്. കാരണം ഉമ്മൻ്റെ ഡയലോഗ് ഇങ്ങനെ ആകുമ്പോൾ പിന്നെ തള്ള എന്ന വിളിയായിരിക്കും തിരിച്ചങ്ങോട്ട് ചെല്ലുക. നേരെ മറ്റേ തലയിലൊക്കെ തലൊരു മോള് പോണില്ലെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല മോളാണ് എന്നെ ആക്കിയതാണോ എന്നൊക്കെ ചോദിക്കും. നല്ല രസമായിരിക്കും കമ്മ്യൂണിക്കേഷൻ തന്നെ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? മാതാപിതാക്കൾ ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ അതാണ്. അല്ലാതെ ചൂലെടുത്ത് കൊടുത്തിട്ട് അടിക്കടി അമ്മായിമ്മ അങ്ങനെയാണ് എന്ന് പറയലല്ല. അവസാനം പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ സമയത്ത് അമ്മായിമ്മനെ ഡാഗിനിയായിട്ടാണ് കാണുന്നത്. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഡാഗിനി, അമ്മോശം എന്ന് പറഞ്ഞാൽ കുട്ടൂസന്, പിന്നെ അവിടെ ഒരു അളിയാൻ കുട്ടിയുണ്ട്, അത് എന്തായാലും ലുട്ടാപ്പി. ഇങ്ങനെ കാഴ്ചപ്പാട് എന്തിന് കൊടുക്കണം നമ്മൾ? ഞാൻ രക്ഷിതാക്കളോട് പറയാണ്, നമ്മുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന ഒരു സാധനം, ആ സാധനം നമ്മുടെ ഉള്ളിൽ കിടക്കാൻ അവിടെ എപ്പോഴും ക്ഷമയുണ്ടാവുക എന്നത് നിർബന്ധം. ഒരു ജോലി നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഏകദേശം 400-500 കുട്ടികളെ പഠിപ്പിച്ച് വിട്ട് എല്ലാവരും പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ആയില്ല ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ചെന്ന സ്ഥലത്ത് നിന്നൊന്നും കൂടി ഉയരണം. നമുക്ക് വേണ്ടത് എന്താ? നല്ല പേഴ്സണാലിറ്റി അല്ലേ? ആണോ അല്ലേ? എപ്പോഴും നമ്മളെ ഉയർത്തുന്ന ഘടകമേതാ? നമ്മളെ ഉയർത്തുന്ന ഘടകം ആ ഒരു ക്ഷമയാണ്, ആ ഒരു സഹനതയാണ്. എപ്പോഴും ആളുകൾ നന്നായിട്ട് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. ഇവൻ നമുക്ക് നല്ലതാണോ അല്ലാത്തതാണോ എന്ന് കൃത്യമായി അനലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ടാകണം. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാണ്, ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് പറയാണ്, പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ വെബ് ഡിസൈനിങ്ങോ എന്ത് നിങ്ങൾ പഠിച്ചാലും, ഭാവിയിൽ AI പഠിച്ചാലും ശരി, അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മാതാവിൻ്റെ മടിയിൽ കിടന്നിട്ട് കഥ കേൾക്കുന്ന ഒരു കുട്ടിയായി മാറുമ്പോഴാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. കാരണം ഉമ്മാമാക്ക് ഇതൊന്നും അറിയില്ല. ഉമ്മാമാക്ക് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും അറിയില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്നും അറിയില്ല. അങ്ങനെ തന്നെയാണ്.
അല്ലേ? അവരെന്നിട്ട് നിങ്ങളോട് വന്നിട്ട് പറയും നിങ്ങൾക്കത് തന്ത വൈബാണ് അല്ലെങ്കിൽ തള്ള വൈബാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രയോഗമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ രക്ഷിതാക്കളോട് പറയാം, ഒരു സ്വകാര്യതയിൽ പറയുന്ന സാധനമാണ് തന്ത വൈബ്. അതായത് പിതാവിൻ്റെ വർത്തമാനങ്ങൾ അവർക്ക് ഇഷ്ടമല്ല. കാരണം ഞാനതിൻ്റെ മതമൂല്യങ്ങളെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞു കേട്ടോ, നമുക്ക് പേഴ്സണാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം അവർ 80s ജനിച്ചവർ അല്ലെങ്കിൽ 70s ജനിച്ചവരും 80s വളർന്നവരും 90s അസ്തമിച്ചവരും ഒക്കെ ആയിരിക്കും അവർ. അവരുടെ ഡയലോഗ് വ്യത്യാസം ഉണ്ടാകും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. കാരണം സമൂഹത്തോടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ റാപ്പോ ഉണ്ടല്ലോ, ആ റാപ്പോ എന്ന് പറയുന്നത് ന്യൂജനോട് സംസാരിക്കേണ്ടത് വേറെ രീതിയിലാണ്. കാരണം അവരോട് നമ്മൾ വേറൊരു ലിങ്ക് ഉണ്ടാക്കണ്ടേ. പക്ഷേ പിന്നോട്ട് പോകുമ്പോൾ പ്രായം ചെന്ന ആളുകളോട് സംസാരിക്കേണ്ടത് വേറെ രീതിയിൽ. ഇതൊക്കെ നമ്മുടെ സ്കിൽസാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാനൊരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞെന്ന് വിചാരിക്കാതെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടായിരിക്കാം. ഇപ്പം രാഹുൽ ഗാന്ധി ഉദാഹരണത്തിന്, രാഹുൽ ഗാന്ധി പഠിച്ചത് 2 ക്യാമ്പസ്, ഏറ്റവും ടോപ്പ്, ലോകത്തിലെ ഏറ്റവും ടോപ്പ് 2 ക്യാമ്പസിലാണ്. ഒന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ്, മറ്റൊന്ന് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ്. അദ്ദേഹം കുട്ടികളോട് പെരുമാറുന്നത് വേറെ രീതിയിലായിരിക്കും, യുവാക്കളോട് പെരുമാറുന്നത് വേറെ രീതിയിലായിരിക്കും. പോകുന്ന സമയത്ത് പ്രായം ചെന്നവരെ വെറും രാഷ്ട്രീയ കളിയൊന്നും അല്ല കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ എല്ലാവരെ ചാരത്ത് ചേർത്ത് പോകുന്നത് ആ സമൂഹത്തോടുള്ളൊരു കൺവെൻഷനാണ്, അവരോടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ആ ലെഗസി കീപ്പ് ചെയ്യാണ്. ഇവരൊക്കെയായിരുന്നു പണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നവർ എന്ന ആ ഒരു ലെഗസിയിലേക്ക്, ആ ഒരു ചരിത്രത്തിലേക്ക്, ആ ഒരു ഇതിഹാസത്തിലേക്കും ആ ഒരു തന്മയത്വത്തിലേക്കും അദ്ദേഹം തിരിച്ചു പോവാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. നേരെ മറിച്ചിട്ട് കുട്ടികളെ വികൃതമാക്കി കഴിഞ്ഞാൽ, രക്ഷിതാക്കളോടും കൂടി പറയാണ്, മോശമായി സംസാരിച്ചാൽ അവരെന്നെ എങ്ങനെ പ്രതികരിക്കാമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മോശമായി നമ്മൾ സംസാരിക്കരുത് രക്ഷിതാക്കളെ. പക്ഷേ ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അഥവാ രക്ഷിതാക്കൾ എന്ത് സംസാരിച്ചാലും അതിനെ തന്മയത്വത്തോടു കൂടി കാണാനും പറ്റണം. എൻ്റെ ഉമ്മ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, എൻ്റെ അമ്മ എന്തുകൊണ്ടായിരിക്കും വഴക്കടിച്ചിട്ടുണ്ടാവുക. കാരണം ഒരു പക്ഷേ രാത്രിയിൽ അച്ഛനെ വിളിച്ചപ്പോൾ, ഗൾഫിലേക്ക് വിളിച്ചപ്പോൾ, മോൾ എഡ്യൂക്കേഷൻ എന്താക്കും, ഫീസ് ഇപ്പോൾ നാളെ അടക്കണ്ടേ, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് സാലറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ സമയത്ത് അമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും. ആ വിഷമം രാവിലെ മക്കൾ അറിയിച്ചിട്ടുണ്ടാകില്ല. ഇതിനൊക്കെ ചില റീസൺസ് ഉണ്ട്. രാവിലെ എനിക്കൊന്ന് ഫീസില്ലാതെ പോകാൻ പറ്റില്ല അമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സമയത്ത് ഇന്നിപ്പോൾ ഈ ഫീസ് അടക്കണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അവിടെ അമ്മ സംരക്ഷിക്കുന്നത് അച്ഛനെ കൂടിയാണ്. ആ ഒരു വികാരം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാകണം. ഏതോ ഒരാൾ എഴുതി വെച്ചില്ലേ, അമ്മയെക്കുറിച്ചിട്ടുള്ള ഭീമാകാരമായ കവിതയിൽ അമ്മ തിരഞ്ഞതെല്ലാം അച്ഛൻ്റെ പേരായിരുന്നു. എത്ര മനോഹരമായി വരികയെന്ന് നോക്കിയാട്ടെ. അമ്മയെക്കുറിച്ച് മകൻ എഴുതിയ കവിതയിലെല്ലാം അമ്മ തിരഞ്ഞത് അമ്മ തിരഞ്ഞത് അച്ഛൻ്റെ പേര്. അച്ഛൻ്റെ പേര് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലാത്ത ഒരു കവിത എനിക്ക് വേണ്ട എന്നാണ് അമ്മയുടെ തീരുമാനം. അതുകൊണ്ട് നിങ്ങളോട് അമ്മ എന്തെങ്കിലും ആക്രോശിച്ച് പറയുമ്പോൾ അത് അച്ഛൻ്റെ വേദനകളെ മറച്ചു വെക്കാൻ കൂടിയാണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു സ്കില്ല് കൂടി നമുക്കുണ്ടാകും. ആ ഒരു സ്കില്ല് കൂടി. ഇവിടെ ഒരു പക്ഷേ അധ്യാപകരായ ആളുകൾ നിങ്ങളെ വല്ലാണ്ട് ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പേര് ശകാരിക്കും, ചിലപ്പോൾ വഴക്ക് പറഞ്ഞ് ചിലപ്പോൾ പുറത്താക്കി എന്നിരിക്കും ഒരു പക്ഷേ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ, ഈ പാവങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും എത്തണം. കാരണം അവർ ഫീസ് വാങ്ങിയിട്ടുണ്ടാകും, അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം. നിങ്ങളെന്ന് പറയുന്ന മനുഷ്യർ ഉയർന്നു പോകണമെന്ന് ചിന്തയോട് കൂടി പോകുമ്പോൾ ആത്മാർത്ഥമായി അവരെ കൊണ്ടുപോകുന്ന സമയത്ത്, നിങ്ങൾ ആത്മാർത്ഥത കാണിക്കാത്ത സമയത്ത് ചിലപ്പോൾ അവരൊന്ന് പൊട്ടിത്തെറിച്ചെന്നിരിക്കും. ഈ സമയത്തൊക്കെ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന നമ്മുടെ ഭാഷ പുറത്തേക്ക് വരുന്നത്, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എൻ്റെ കണ്ണുകൾ അറിയാതെ ഈർന്നണിഞ്ഞ് പോണത് എൻ്റെ ലിംഗ്വിസ്റ്റിക്കിൻ്റെ ഭാഗമാണ്. കാരണം എൻ്റെ ഉമ്മ മരിച്ചു പോയത് കൊണ്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയത് കൊണ്ട് എൻ്റെ ഉപ്പയെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന എനിക്ക് ഓർമ്മ വന്നതുകൊണ്ടാണ് എൻ്റെ കണ്ണറിയാതെ നിറഞ്ഞു പോയത്. എൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാൻ ഓർത്തിട്ടാണ്. ആ ഒരു വികാരം മാതാപിതാക്കളോട് നമുക്കുണ്ടാകണം. മാതാപിതാക്കൾക്ക് പ്രാർത്ഥന മാത്രം പോരാ, പ്രവർത്തനത്തിലൂടെയും നമ്മളത് ഉണ്ടായിരിക്കണം. ആ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കട്ടെ, ഇത്തരം സ്കിൽസിന് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എന്തായിരിക്കണം, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കുട്ടിയായിരിക്കണം. കാരണം ലീഡർഷിപ്പ് ഉള്ളവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താക്കുക, ലീഡേഴ്സാക്കി മാറ്റുക. ലീഡർഷിപ്പ് എന്തായാലും വേണം. അതിന് മിണ്ടാതിരിക്കരുത്. നിങ്ങൾ പരമാവധി ഗ്രൂപ്പ് ഉണ്ടാക്കണം, ഫ്രണ്ട്സ് മേക്കിംഗ് ഉണ്ടാക്കണം. ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സോഫ്റ്റ് സ്കില്ലാണ്. ഫ്രണ്ട്സ് മേക്കിംഗ് അത് ഹാർഡിലും പെടുന്നു, സോഫ്റ്റിലും പെടുന്നു. ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് വേണം. പക്ഷേ ആ ഫ്രണ്ട്സൊക്കെ നമുക്ക് പോസിറ്റീവായിരിക്കണം. അല്ലാതെ നിങ്ങൾ ക്ലാസ്സിലും ഉണ്ടാതിരിക്കരുത്. കാരണം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ ഫ്രണ്ട്സ് മേക്കിംഗ് ആണ്. ഏത് പ്രൊഫഷണൽ ഫ്രണ്ട്സിനെ കൂട്ടുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞു? നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പോയത് എവിടെ എത്തൂല.
അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കണം. ഒരുപാട് സമൂഹത്തെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, ബിസിനസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, അവരോടുള്ള റാപ്പോ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം ഒരു സ്കില്ലാണ്. അതുണ്ടെങ്കിലേ നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റൂ. അല്ലാതെ എന്നും വന്ന് പഠിച്ച് കമ്പ്യൂട്ടറിൽ ഇരുന്ന് അങ്ങോട്ട് പോയാൽ പോരാ. ആ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ വിചാരിക്കേണ്ട ഈ സാധനം ചെയ്യണമെങ്കിൽ പ്രൊഫഷന് ഒരുപാട് ഫ്രണ്ട്സ് വേണം. എന്ത് രസമുണ്ടാവും മക്കളെ. നിങ്ങളങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ്, കോട്ടയത്ത് കുറേ ഫ്രണ്ട്സ്, പത്തനംതിട്ടയിൽ ഫ്രണ്ട്സ്, കുറച്ചും കൂടി നിങ്ങളെ ലെവല് ഒന്നും കൂടി റേഞ്ച് കൂടിക്കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നെ പഞ്ചാബിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പഞ്ചാബിൽ ഫ്രണ്ട്സ്. ഇത് വെറുതെ പറഞ്ഞല്ല. ലോക രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരാളായി ഭാവിയിൽ നിങ്ങൾ മാറിയാൽ വ്യത്യസ്ത രാജ്യങ്ങൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ ദൈവാനുഗ്രഹത്താൽ 55 രാജ്യം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. കാരണം പിന്നീട് അവിടെ പോകുന്ന സമയത്ത് ഇവരെ വിളിച്ചാൽ ജോൺ, മനസ്സിലായോ? ജോൺ, വേർ ആർ യു? മനസ്സിലായോ? അപ്പോൾ ജോണിനെ വിളിക്കുന്ന സമയത്ത് ജോൺ യോ എന്ന് പറഞ്ഞ് ഞാൻ മോനെ അവിടുന്ന് പറയും. കാരണം ജോണെ നമ്മൾ പരിചയം എൻ്റെ ഫോൺ നോക്കിയാൽ കാരണം എഫ് ഫ്രണ്ട്സ്, ടി ഫ്രണ്ട്സ്. ഇതെന്താ സാധനം മനസ്സിലായോ? എഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്, ടി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. കാരണം ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി അതൊരു സ്കില്ലാണ്. എന്താ എഫ് ഫ്രണ്ട്സ്? ഫ്ലൈറ്റിൽ പരിചയപ്പെട്ട ഫ്രണ്ട്സ്, അതാണ് എഫ് ഫ്രണ്ട്സ്. ടി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ട്രെയിൻ ഫ്രണ്ട്സ്. ട്രെയിനിൽ അപോലെ ഫ്രണ്ട്സിനെ കിട്ടും. ഇന്നത്തെ കുട്ടികൾ എന്താ ചെയ്യാമെന്നറിയോ? ട്രെയിനിൽ അങ്ങനെ പോകും തിരുവനന്തപുരം വരെ, അടുത്തിരിക്കുന്നവരെ പരിചയപ്പെടും കൂടിയില്ല. കാരണം നമുക്ക് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങോട്ട് മേലേക്ക് എത്തുകയില്ല. കാരണം ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി വേറൊരു സ്കില്ലാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം കഴിഞ്ഞല്ലോ അല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ. കഴിയാറായോ? ഇല്ല, ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സമയമുണ്ട് കുറച്ചും കൂടി. ഇത് വളരെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്കിൽസ് നമുക്കുണ്ടാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഇനി ശ്രദ്ധിക്കണേ, ഈ സ്കിൽസിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധിച്ചോ, പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ പാഷൻ. പാഷൻ എന്ന് പറഞ്ഞാൽ അത് സ്കില്ലിൻ്റെയും മുകളിലാണ്. പാഷനാണോ പ്രധാനം, സ്കില്ലാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ രണ്ടും ഒരു കോയിൻ്റെ 2 ഭാഗമാണെന്നാണ് ഹാവാർഡ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടും ഒരു കോയിൻ്റെ 2 ഭാഗങ്ങളാണ്. കാരണം നിങ്ങൾക്ക് അപാര സ്കില്ലുണ്ടായാലും പാഷൻ ഇല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള നല്ല സ്കില്ലുണ്ട്, പക്ഷേ പാഷൻ ഇല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ കളിക്കാൻ എത്തൂല. നിങ്ങൾക്ക് എഴുതാനുള്ള സ്കില്ലുണ്ട്, പക്ഷേ പാഷൻ ഇല്ലെങ്കിൽ നിങ്ങളൊരു കവിത പോലും എഴുതില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ആളുകളോട് സംസാരിക്കാനുള്ള സ്കില്ലുണ്ട്, പക്ഷെ അതിനുവേണ്ടി തുനിഞ്ഞ് ആ പാഷനോട് കൂടിയിട്ട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്തൂല. നിങ്ങൾ വെബ് ഡിസൈനിങ് പഠിച്ചു, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, പാഷനോട് കൂടി. ഉദാഹരണത്തിന് ചിലപ്പോൾ വേൾഡ് മാർക്കറ്റ് തുടങ്ങുന്നത് രാത്രി 3 മണിക്കായിരിക്കും. അപ്പോൾ മനസ്സിലായോ? രാത്രി 3 മണിക്ക് ഇവിടെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആ സമയത്ത് ലോകകപ്പിൽ കളി വരുമ്പോൾ നമ്മൾ എഴുന്നേൽക്കില്ല. നമ്മൾ അർജൻറ്റീന ടീമാണെങ്കിൽ എഴുന്നേൽക്കലും രാത്രി 3 മണിക്ക്. അതേപോലെ മാർക്കറ്റിങ്ങിൻ്റെ ടൈമിൽ എഴുന്നേറ്റിട്ട് അതിനെ ഹിറ്റാകുന്നത് വരെ അതിലിരിക്കുമ്പോൾ പാഷനേറ്റ് ആകുമ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പാഷനേറ്റ് ആകുമ്പോൾ. നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ആളായിട്ട് പറയല്ലോ കേട്ടോ, അദ്ദേഹത്തിന് മെയിനായിട്ടുള്ള ഇങ്ക് എന്താണെന്ന് നിങ്ങളെ ഈ സാധനമാണ്. ഷെയർ മാർക്കറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണേ. ചെയ്യാൻ കുറേ IITians ഉണ്ട്, അതൊക്കെ അനലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് യാത്രയിലെല്ലാം. എപ്പോഴും യാത്രയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊരു വേറൊരു ലോകമാണ്. അതിന് നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആകണം. നമ്മൾ പാഷനേറ്റ് ആകണം. പാഷൻ എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് കയറണം. കാരണം പാഷൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഈ എല്ലാ ആളുകളും ഉയർന്നു പോകുന്നത് ആ പാഷൻ കൊണ്ടാണ്. ബിസിനസ്സുകാരിങ്ങനെ ഉയർന്നു പോകുന്ന ആ പാഷൻ കൊണ്ടാണ്. ഇപ്പോൾ യൂസഫ് അലി സാഹിബിനൊക്കെ എത്ര വയസ്സായി മുമ്പർക്ക് വേണമെങ്കിൽ നാട്ടികയിൽ വീട്ടിലിരിക്കാം, പക്ഷേ പാഷൻ കൊണ്ടാണ് വീണ്ടും നടക്കണം. അല്ലാതെ കോടികളായിട്ടും പിന്നെയും നടക്കുന്നത് വീണ്ടും പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അതൊരു പാഷനാണ്. പാഷനായി ഒരു വികാരമായി അതിനോട്. ഇപ്പോൾ ഒരു ഡോക്ടർ നല്ല പാഷനേറ്റ് ആയാൽ എന്തായിരിക്കും? വൈകുന്നേരം 5 മണിക്ക് ഡോക്ടർ പോവില്ല, ഇനിയും പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതുവരെ ഇരിക്കും. കാരണം ഇത് പൈസയല്ല കാര്യം, അതിനേക്കാൾ അപ്പുറത്ത് അവരുള്ള കമ്മിറ്റ്മെൻറ്റാണ്, പാഷനാണ്. ഇതിൻ്റെയും അപ്പുറത്തൊരു കാര്യമുണ്ട് മക്കളെ, അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂസാണ്. എന്താ വാല്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂല്യങ്ങളാണ്. വ്യത്യസ്ത മതക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ ആ സിറ്റിയെ കുഴപ്പമാക്കല്ല, ഞാനൊരിക്കൽ അവിടുത്തെ പ്രിയപ്പെട്ട എൻ്റെ ഒരു IT ഫ്രണ്ടുണ്ട്. അദ്ദേഹം IITയിലൊക്കെ പഠിച്ചതാണ്. അദ്ദേഹം കുറച്ച് കാലം APJ വിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോടൊരു മാളിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കുന്നുണ്ടോ? മാളിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ മാളിലിരിക്കുന്നതൊക്കെ എവിടുത്തെ കുട്ടികളെന്നറിയുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെ ബാംഗ്ലൂരെന്ന് പറഞ്ഞു. വെറുതെ തമാശയിൽ നിങ്ങളെ ബാംഗ്ലൂർ, ഞങ്ങളെ മലപ്പുറം തന്നെയാണ് കളിയാക്കലുണ്ട് വെറുതെ തമാശയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറയാണ്, അതൊക്കെ കോഴിക്കോട്ടത്തെയും മലപ്പുറത്തെയും കുട്ടികളാണ്. രാത്രി 2 മണിക്കൊക്കെ കുട്ടികൾ തെരുവിലാണ്.
ബാംഗ്ലൂർ സിറ്റിയെ ഞാൻ മോശമാക്കല്ല, അവിടെ നല്ല മക്കൾ ഒരുപാടുണ്ട്. പക്ഷേ രാത്രി 2 മണിക്കും 3 മണിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കൂസലുമില്ലാതെ നടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രൊഫഷൻ എത്തരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും, ഞാൻ കാസർഗോഡ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ ആളുണ്ടല്ലോ, അവിടുത്തെ ഒരു മഹലിൻ്റെ ഒക്കെ ഒരാളാണ്, നല്ല ദീനിയായ മനുഷ്യനാണ്. അയാളിരുന്ന് കരയുണ്ട്. സ്വന്തം പിതാവ് മകളുടെ കല്യാണ ദിവസം റൂമിലിരുന്ന് കരയാണ്. അപ്പോൾ ഞാനൊരു കൗൺസിലർ എന്ന നിലക്ക് അങ്ങോട്ട് പോയി, എന്നെ ആളുകൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൈയൊക്കെ കൊടുപ്പിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ കരഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് എന്നിട്ട് പറഞ്ഞു, സാർ അപ്പോൾ എന്താ കാര്യം എന്നറിയോ, മകൾ MBBS കഴിഞ്ഞതാണ്. MBBS എവിടുന്നോ പുറത്തു പോയി കഴിഞ്ഞു, ഇവിടുന്നൊന്നുമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നൊന്നുമല്ല. മകള് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നേരെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്ന കല്യാണ ദിവസം മകളുടെ കൂടെ പഠിച്ചിട്ടുള്ള ഏതൊക്കെയോ സ്ഥലത്തുള്ള കുട്ടികൾ വരുന്നു, ഷെയ്ക്കാൻഡ് ചെയ്യുന്നു, ഹഗ് ചെയ്യുന്നു, ചിലർ കവിള് ചേർക്കുന്നു. അതിൽ പിതാവ്, ഇത് കാസർഗോഡല്ലേ, പിതാവ് വന്നിട്ട് പറയാണ്, മോളെ എന്താ ഈ കാണിക്കുന്നത്? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിങ്ങലാണ്, ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും. ആ സമയത്ത് ഈ മകള് പറയുകയാണത്രേ പാപ്പനോട്, നിങ്ങളിപ്പോൾ ഏത് കാലത്താണ് ജീവിക്കണത്? ഒരു മകളുടെ കല്യാണ ദിവസത്തിൽ വിതുമ്പിക്കരയേണ്ടി വന്നൊരു പിതാവിൻ്റെ ഒരു വല്ലാത്ത നൊമ്പരുണ്ടല്ലോ, നോവ്, അത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സോഷ്യലിസം എന്ന് പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫ്രണ്ട്സ് ആണെന്ന് പറയാം, പക്ഷേ മാനേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മാനേഴ്സ്. ഇപ്പം ഞാൻ ഈ മൈക്കിലൂടെ സംസാരിക്കുമ്പോൾ പുലഭ്യം പറയാതിരിക്കുക, നിങ്ങളെ വഴക്ക് പറയാതിരിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു മാനേഴ്സാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ മാനേഴ്സിനേക്കാളും അപ്പുറത്താണ് നമ്മുടെ ബിഹേവിയർ. പെരുമാറ്റം എപ്പോഴും നല്ലതായിരിക്കണം. അത് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് തൽക്കാലം ഇല്ല, പക്ഷെ ഇവിടെ പാലിച്ചേ പറ്റൂ എന്നർത്ഥം. ടേബിൾ മാനേഴ്സ് ആയാലും എന്തായാലും ക്ലാസ് മാനേഴ്സ്. ചിലപ്പോൾ ക്ലാസ്സിൽ നമുക്ക് കളിക്കണം എന്ന് തോന്നും, പക്ഷെ ആ ക്ലാസ്സിൽ കളിക്കാതിരിക്കുക എന്ന വികാരത്തെ കൊണ്ടുവരികയാണ് മാനേഴ്സ്. അത് ബിഹേവിയർ ആകുക എന്ന നമ്മുടെ പെരുമാറ്റം അതാവലാണ്. അതിൻ്റെയും മുകളിലാണ് ക്യാരക്ടർ. നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് അവിടെയാണ്. ആ പെരുമാറ്റത്തിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ സ്കിൽസ് നമുക്കുണ്ടാകണം, വാല്യൂസ് ഉണ്ടാകണം. ആ വാല്യൂസ് ക്യാരക്ടറായിട്ട് ഫോർമേഷൻ നടത്തണം. എന്താ ക്യാരക്ടർ ഫോർമേഷൻ? അഥവാ നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ മോശമായി നമ്മൾ കാണാതിരിക്കുക, എന്തെങ്കിലും വൈകാരികമായി നമ്മൾ നോക്കാതിരിക്കുക, അവർ നമ്മളെ പെങ്ങളാണെന്ന് ഒരു രൂപത്തിലുണ്ടാവുക, എല്ലാവരും ഏറ്റവും നല്ല സൗഹൃദത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളായി നടക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് മോശമായൊരു നോട്ടവും അവളെയോ അവരെയോ നോക്കാതിരിക്കുക. അത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്കാണ് എന്ന് വെച്ചാൽ ബെർണാഡ് ഷാ പറയുന്നുണ്ട്. ബെർണാഡ് ഷായുടെ വാക്യതാണ്, നമ്മളെല്ലാവർക്കും പണ്ട് പഠിച്ചതായിരിക്കാം പല ആൾക്കാരും. അതിൽ പറയുന്നത്, വെൽത്ത് ഈസ് ലോസ്റ്റ്, wealth is lost, nothing is lost, health is lost, something is lost, but character is lost, everything is lost. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. നമ്മുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാലും ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല, വീണ്ടും നമുക്കത് ഉണ്ടാക്കാം. ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പലതും നമുക്ക് നഷ്ടപ്പെടും. ബട്ട് ദ ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവറിത്തിങ് ഈസ് ലോസ്റ്റ്. നമ്മുടെ സ്വഭാവം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തും. പിന്നെ നമുക്ക് വാല്യൂ ഇല്ല, പിന്നെ നമുക്കൊരു വിലയില്ല. ആളുകളുടെ മുമ്പിൽ നിങ്ങൾ കണ്ടില്ല, ഇപ്പം സിനിമാക്കാരായ ആളുകളെ, ചില ആൾക്കാർ നമ്മൾ ഇഷ്ടത്തോടെ കൊണ്ടു നടന്നവരെ കേരളം മുഴുവൻ തെറി വിളിക്കുന്നത് അയാളുടെ ക്യാരക്ടർ ശരിയല്ലാത്തത് കൊണ്ടാണ്, അഭിനയം ശരിയല്ലാത്തത് കൊണ്ടല്ല. അഭിനയം അയാൾ പെർഫെക്റ്റാണ്, പ്രൊഫഷണലി പെർഫെക്റ്റാണ്, നല്ല സ്കിൽസ് ഉണ്ട്, എല്ലാം നല്ല പാഷനുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടത് വാല്യൂസാണ്. ഞാൻ പറഞ്ഞ ചില ആൾക്കാരെ പൊക്കി പറയല്ല, എന്നാൽ ചില നടന്മാരെ കുറിച്ചിട്ട് നടിമാർ, അയാൾ ഓക്കെയാണ്, 0 ലെവലിലാണ് ഞങ്ങളോട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മോശത്തരം ഇന്നേവരെ വാക്കായോ പ്രവൃത്തിയായോ ഇന്ന ആൾ ഞങ്ങളോട് ചെയ്തിട്ടില്ല എന്ന് നടിമാർ പറയുന്നത് എന്തുകൊണ്ടാണ്? ക്യാരക്ടർ അതായത് കൊണ്ടാണ്. അപ്പം ക്യാരക്ടർ എല്ലായിടത്തും നമ്മൾ കാണിച്ചേ പറ്റൂ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മുടെ നോളജാണ്, നിങ്ങളുടെ പഠിത്തമാണ്. ആ പഠിത്തത്തേക്കാൾ പ്രധാനപ്പെട്ടത് സ്കിൽസാണ്. ആ സ്കിൽസിന് കുറേ മുഖങ്ങളുണ്ട്. പ്രൊഫഷണലി നമ്മൾ ഉയരങ്ങളിലെത്താൻ അതിൻ്റെ മുഖങ്ങളുണ്ട്. ഹാർഡ് കോർ ആയിട്ടുള്ള സ്കില്ലുകൾ നമുക്കുണ്ട്, അതിൻ്റെ മുഖങ്ങൾ വേറെയുണ്ട്. സോഫ്റ്റ് സ്കില്ലായിട്ടുള്ളതുണ്ട്. നമ്മുടെ ക്ഷമ, നമ്മുടെ സഹനം, നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നമ്മുടെ അതിമനോഹരമായ അവതരണത്തിൻ്റെ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ, ആളുകളോടുള്ള ബന്ധത്തിൻ്റെ, ഫ്രണ്ട്സിനുണ്ടാക്കുന്നതിൻ്റെ, അതൊക്കെ നമ്മുടെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വേറെയും കുറേ ഇൻ്റർപേഴ്സണൽ സ്കില്ല്, ഇൻട്രാപേഴ്സണൽ സ്കില്ല്, ആളുകളുള്ള ബന്ധം, നമ്മളെ തിരിച്ചറിയുന്ന നമ്മുടെ ബന്ധം, ഇതെല്ലാം സോഫ്റ്റ് സ്കില്ലിൽപ്പെട്ടതാണ്. എബവ് ഓൾ, അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ കാണേണ്ടത് പാഷൻ തന്നെയാണ്. അഥവാ അതിനോടുള്ള നമ്മുടെ മിടുക്ക് നമ്മൾ കാണിക്കേണ്ടത് അവിടെയാണ്. അതിനുമപ്പുറം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത്
നമ്മുടെ വാല്യൂസാണ്. വാല്യൂസ് എവിടെ പോയാലും നഷ്ടപ്പെടുത്തരുത്. ഇത്തരം ആളുകൾക്ക് ഏറ്റവും സ്കോപ്പുള്ള ഏരിയ US പോലുള്ള രാജ്യങ്ങളുണ്ട്. അവിടേക്ക് ഒരുപാട് വാം വെൽക്കം നിങ്ങളെപ്പോലെ കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അഥവാ ഇതൊക്കെ പഠിച്ചു പോയാൽ പല രാജ്യങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ നമ്മളെത്തിയാലും ഏത് തെരുവിലൂടെ നടന്നു പോകുമ്പോഴും നട്ടപ്പാതിരക്ക് പോലും വാല്യൂസ് നഷ്ടപ്പെടുത്താത്ത കുട്ടികളായി ഈ സ്ഥാപനത്തിലെ കുട്ടികൾ മാറണം. സ്കിൽസ് എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ ആ സ്കില്ലിൻ്റെയും അപ്പുറത്തേക്ക് ആ വാല്യൂസോട് കൂടി നമ്മൾ നടക്കണം. നിങ്ങൾ പഠിച്ച് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ സാലറി ആദ്യമായി നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കേണ്ടത് അമ്മയുടെ കയ്യിൽ, അമ്മ കൊടുക്കേണ്ടത് അച്ഛൻ്റെ കയ്യിൽ. ഞാൻ എപ്പോഴും നിങ്ങളോട് സൂചിപ്പിക്കാറുണ്ട് ഈ കാര്യം. അത്രത്തോളം നമ്മളവിടെ മാനിക്കണം. കാരണം മക്കൾ വലുതായി ഉയർന്നു പോയി അവിടെ എത്തുക എന്നത്, ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് സമയം അവസാനിച്ചു, അതും കൂടി പറഞ്ഞിട്ട് അവസാനിച്ചോട്ടെ. എൻ്റെ മകൻ UK പഠിക്കുന്നവൻ ആദ്യമായിട്ട് ജോലിക്ക് കയറി ഫസ്റ്റ് സാലറി അയച്ചപ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല. അവൻ്റെ ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക്, അവനിപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ച് ജ്യേഷ്ഠനത് ഉമ്മൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് ഉമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരികയാണ്. സത്യത്തിൽ ഞാൻ ആ സന്ദർഭത്തിൽ കരഞ്ഞു കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങനെ കരച്ചിൽ വരാത്തതാണ്. കാരണം LKG UKG അവൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചിന്തയാണ് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ അവന് പഠിക്കണമെന്ന്. UK ഏറ്റവും ടോപ്പ് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അവനെത്തി. അവിടുന്ന് ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ്, ഹോണേഴ്സ് ഡിഗ്രി PG അല്ല ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് കയറി. ജോലിക്ക് ഞാൻ PG വേറെ ചെയ്യുന്നുണ്ട്. ആ ജോലിക്ക് കയറി ഫസ്റ്റ് സാലറി അവൻ ആരൊക്കെ മാനിച്ചു എന്നറിയോ? ഞാൻ അവൻ്റെ ഒരു ഇതായിട്ട് പറയാണ്. എന്ന് വെച്ചാൽ അവൻ ആദ്യം മാനിച്ചത് അവൻ്റെ ജ്യേഷ്ഠനെ. കാരണം ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത് ആ ജ്യേഷ്ഠനത് അമ്മക്ക് കൊടുത്ത് ഉമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. അതവൻ ഒരു പക്ഷേ എൻ്റെ ഒരു പ്രസംഗം കേട്ടതാകാം കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോഴിക്കോട്ടുള്ളൊരു പയ്യനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞ് ജോലി കിട്ടി, സാലറി കൊണ്ടുവന്നിട്ട് ഉമ്മൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. ഉമ്മ അത് ഉപ്പക്ക് കൊടുത്താളിന്ന് പറയാണ്. ആ സമയത്ത് ഉപ്പ പിന്നീട് അതൊരു വീഡിയോ ആയിട്ട് വന്നു. വീഡിയോക്കാരെന്നെ വിളിച്ചിരുന്നു, സാർ അതിൽ നിന്ന് കിട്ടിയ പ്രചോദനം കൊണ്ടുണ്ടാക്കിയ വീഡിയോ ആണെന്ന് എന്നെ വിളിച്ച കുട്ടികൾ പറയുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ശരി, ആ പൈസ കൊടുക്കുകയാണ്. പൈസ കൊടുത്തപ്പോൾ ഉമ്മ പറയാണ്, മോനെ നീ തന്നെ അങ്ങോട്ട് കൊടുക്കടാ, ഉപ്പക്ക് എന്തൊരു സന്തോഷമാവുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞല്ല നിങ്ങൾ കൊടുത്തേക്കുന്നു. ആ സമയത്ത് ഉടനെ തന്നെ ഈ പറയുന്ന ഉപ്പ പറയും, ഞാൻ ഇത് 10 വർഷം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് ഈ കാര്യം. ഇത് നടന്നിട്ട് 10 കൊല്ലമായി. എൻ്റെ 10 കൊല്ലം മുമ്പുള്ള പ്രസംഗം എടുത്താൽ ഇതുണ്ട്. വീഡിയോ ഇറങ്ങിയത് ഇപ്പോൾ ഈ ഒരു കൊല്ലത്തിലാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ആ കുട്ടി പറയാണ്, ഉപ്പക്ക് നിങ്ങൾ കൊടുത്തേക്കിൻ. കാരണം മിഠായിക്ക് പൈസ തരുമ്പോൾ, അതേപോലെ തന്നെ എനിക്ക് ഫീസ് അടക്കാൻ പൈസ തരുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ കൈ മുകളിലും എൻ്റെ കൈ താഴെയുമായിരുന്നു എന്നും, ഇനി ഞാനിപ്പോൾ പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ കൈ അറിയാതെ താഴെയായി പോകും, എൻ്റെ കൈ അറിയാതെ മുകളിലായി പോകും, അതെനിക്ക് സഹിക്കില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞതെങ്കിൽ ആ ഒരു മനസ്ഥിതി നമുക്കൊക്കെ ഉണ്ടാകണേ. മാതാപിതാക്കളിൽ ഏറ്റവും ടോപ്പായി നമ്മൾ ആദരിക്കേണ്ടത് മാതാവിനെയും പിതാവിനെയും ഒരുപോലെ. പക്ഷേ മാതാവ് നമ്മളെ കറ്റത്തിരുത്തിയാണ് വളർത്തിയതെങ്കിൽ പിതാവ് നമ്മളെ തോളത്തിരുത്തിയാണ് വളർത്തിയത്. എന്നേക്കാൾ ഉയരുമോനെ, എന്നേക്കാൾ കാണാത്തത് കാണുമോനെ, ഞാൻ എത്താത്തിടത്തും എത്തുമോനെ എന്ന് ഒരുപാട് ആഗ്രഹിച്ച പിതാക്കന്മാരുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച മാതാക്കളുണ്ട്. അവരെ വേദനിപ്പിച്ചുകൊണ്ടൊരു സഞ്ചാരവും നമുക്ക് വേണ്ട. അതുകൊണ്ട് എബവ് ഓൾ ദൈവത്തോട് കമ്മിറ്റ്മെൻ്റുള്ള കുട്ടികളായി നമ്മൾ ഓരോരുത്തരും മാറണം. അതില്ലാതെ നിങ്ങൾ പോകരുത്. എൻ്റെ ഒരു അഡ്വൈസാണ്, നിർബന്ധമായിട്ട് ഞാൻ പറയുന്നില്ല. ഓരോ മതസ്ഥരും അവരുടെ ഡീപ്പിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം. മുസ്ലിം കുട്ടികൾ രാത്രിയിൽ നിസ്കരിച്ച് അല്ലെങ്കിൽ പകലിൽ നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹൈന്ദവ കുട്ടികൾ അവരുടേതായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. ഓം സഹനാവതു സഹനുഭനത്തു സഹവീര്യം കരവാവഹൈ തേജസ്സിന വതീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി. ഒരിക്കലും വിദ്വേഷമില്ലാത്ത ലോകം കടന്നു വരട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്ന കുട്ടികളായി അവരും മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സ്കിൽസിൻ്റെ കൂട്ടത്തിൽ വാല്യൂസും കൂടി ആഡ് ചെയ്യണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പാഷനും സ്കിൽസും വാല്യൂസും ഒന്നിച്ചുണ്ടാകുമ്പോൾ നിങ്ങൾ രാജാവാണ്, നിങ്ങൾ ചക്രവർത്തിയാണ്. ലോകത്തിൻ്റെ നെറുകയിലെത്തുന്ന ഏറ്റവും വലിയ രാജാവായി നിങ്ങൾ മാറും. ഏതൊരവസ്ഥയിലും ആ വാല്യൂസും പാഷനും ക്യാരക്ടറും എല്ലാം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി, അഥവാ നിങ്ങൾ ഏറ്റവും നല്ല നോളജബിൾ ആകണം. അതിനേക്കാൾ അപ്പുറത്ത് സ്കിൽസ് വേണം, അതിനേക്കാൾ അപ്പുറത്ത് പാഷൻ വേണം, അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ വാല്യൂസ് ഉണ്ടാകട്ടെ. ആ വാല്യൂസ് ലോകത്തെ മുഴുവനും ഒന്നിച്ച് കാണാനുള്ളതാകട്ടെ.